ഗ്രാമർ പഠിച്ചിട്ടുള്ള അധ്യാപകർ വന്നിട്ട് പറയുന്നത് ഇത് വൃത്തത്തിൽ എഴുതണം, പ്രാസത്തിൽ എഴുതണം, നല്ല കവിതയ്ക്ക് ഭംഗിയുണ്ടാവുള്ളൂ. പക്ഷെ എൻ്റെ രാഷ്ട്രീയം, ഞാൻ എഴുതിക്കൊണ്ടിരുന്ന കവിതയുടെ ആശയങ്ങൾക്ക് അങ്ങനെ വൃത്തത്തിലില്ല. അത് കാരണം അത് വൃത്തത്തിൽ ഒതുങ്ങൂല. ചില മാധ്യമ പ്രവർത്തകര് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി മരിച്ചു കഴിയുമ്പോൾ അവരുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡിയിലേക്ക് ക്യാമറ കൊണ്ടുപോകുന്നത്, കാലിൻ്റെ അടിയിൽ എന്താണ്, ട്രാൻസ്ജെൻഡർ ആണ്, സർജറി ചെയ്തതാണോ, ഇനി ഇന്റർസെക്സ് ആണോ, ഈ മിശ്രലിംഗം എങ്ങനെ ഇരിക്കും എന്നുള്ള ഈ മനുഷ്യന്റെ കൗതുകം ഉണ്ടല്ലോ, അങ്ങനെ ഒരു അനുഭവം ഞാൻ അടക്കുന്ന എല്ലാ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കും ഉണ്ട്. കാരണം ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാലുകൾക്കിടയിലുള്ള ആ അവയവം ആഘോഷിക്കപ്പെടാൻ, ചർച്ച ചെയ്യപ്പെടാൻ ഒരു വലിയ സാധ്യതയാണ്. നമ്മളൊരു പരിപാടിക്ക് വിളിച്ചു വരുത്തി 2 സ്ത്രീകളും 2 പുരുഷന്മാരും ഒരു ട്രാൻസ്ജെൻഡറും, സമത്വം ആയിട്ടില്ല. സമത്വത്തിനപ്പുറത്തേക്ക് നമുക്കിപ്പോൾ ആവശ്യം ലിംഗനീതിയാണ്. whether the person is intersex or a transgender or a gay or a lesbian, അതൊക്കെ സെക്ഷുവാലിറ്റി whatever, അവർക്കും ഡിഗ്നിഫൈഡ്, അന്തസ് എന്നാണ് നമ്മൾ മലയാളത്തിലുള്ള വാക്ക്, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എംപവേർഡ് ആയ ഒരു സ്ത്രീക്കൊപ്പം ജീവിക്കാനുള്ള ധൈര്യം നമ്മുടെ നാട്ടിലെ പുരുഷന്മാർക്കുണ്ടോ? ഇല്ല. അവരത് ആർജിച്ചെടുക്കേണ്ടതാണ്. ഐക്യപ്പെടുന്ന ഒരു നാടകം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ ഐക്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ എല്ലാ വേദനകളും ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മുഖം മൂടി അഴിച്ചു വെച്ച് അടുത്ത സ്ഥലത്തേക്ക് പോയി നമ്മളെ ഭാഷ കൊണ്ടും വ്യവസ്ഥകൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും വേദനിപ്പിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത വാക്കാണ് ഐക്യനാട്യങ്ങൾ. ഐക്യനാട്യങ്ങൾ. എൻ്റെ ഏറ്റവും അടുത്ത പല ഇൻ്റർസെക്സ് സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പത്തിൽ മിശ്രലിംഗത്തോടു കൂടി ജനിച്ചിട്ട് പോലും അവരോട് അമ്മമാർ പറഞ്ഞിട്ടുണ്ട് അത്ര, ഒന്നുകിൽ ആണോ പെണ്ണോ ആകണം. വേദന കൊണ്ട് അമ്മമാർ, കാരണം അല്ലാതെ ജീവിച്ചാൽ കുടുംബത്തിനോ സമൂഹത്തിനോ വിലയില്ലാതെ നാട്ടുകാർ തല്ലിക്കൊല്ലും. നമുക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോഴേ നമ്മൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് ഉള്ള, അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ആണെന്നോ ട്രാൻസ്മെൻ ആണെന്നുള്ള ഒരു ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കാൻ നമുക്ക് പറ്റുമോ? അതുവരെ ഇത് താങ്ങി നിർത്താൻ നമുക്ക് പറ്റുമോ? ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി അവരുടെ ഒരു അനുഭവം പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അവർക്കൊരു അവാർഡ് കിട്ടിയത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ, ചേട്ടനെ ഇന്നലെ ആലുവ പാലത്തിൻ്റെ അടിയിൽ കണ്ടല്ലോ, ഒരു കമൻ്റാണ്, ഞാൻ കാണാറുണ്ട്, ആലുവ പാലത്തിൻ്റെ അടിയിൽ കണ്ടല്ലോ. ഈ കമന്റ് ഇട്ടവൻ എന്തിനാണ് അവിടെ പോയത്? പാലത്തിന്റെ ഭംഗിയല്ല, പാലത്തിന്റെ എഞ്ചിനീയറിംഗ് മികവ് ആസ്വദിക്കാൻ പോയതാണ് രാത്രിയിൽ. 36 പുരുഷന്മാരിലേറെ പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടാണ് ജാഷ്യമിലേക്ക് എൻ്റെ വിവാഹ ജീവിതം എത്തുന്നത്. ഇതിൽ ഒരു മനുഷ്യന്മാർ പോലും പകൽ വെളിച്ചത്തിൽ എൻ്റെ കൈപിടിച്ച് നടക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ തയ്യാറായിട്ട് ഒരാളെ വന്നുള്ളൂ, അത് ജാഷ്യമാണ്. ആണും പെണ്ണും അല്ലാത്ത ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ മടിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് ആണും പെണ്ണും അല്ലാത്ത ഒരു ഭാഷയുമായി കടന്നു വരുന്നത്. ആദ്യ കവിതാ സമാഹാരം ദൈവത്തിൻ്റെ മകൾ, എനിക്ക് തോന്നുന്നു വളരെ വലിയ രീതിയിൽ അത് അംഗീകരിക്കപ്പെട്ടു. യുവകലാ സാഹിതിയുടെ വയലാർ പുരസ്കാരം നേടി. കൂടാതെ അത് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെയും MG യൂണിവേഴ്സിറ്റിയുടെയും പാഠ്യപദ്ധതിയിലും വന്നു. അങ്ങനെ അംഗീകാരങ്ങളുടെ ഒരു നിറവിലാണ് ദൈവത്തിൻ്റെ മകൾ. ആദ്യ കവിതാ സമാഹാരത്തെക്കുറിച്ച് ഒരുപാട് കവിതകൾ എഴുതി തുടങ്ങുന്ന ഒരു സമയമാണ് ഒരു 2015-16 കാലഘട്ടം. 16 കൂടുതലും. അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് മിസ്ലേനിയസ് സബ്ജക്റ്റായിട്ട് ചിലപ്പോൾ മലയാളം ഉണ്ടാവും. മലയാളത്തിൽ എഴുതരുത്, സംസാരിക്കരുത്, കോൺവെർസേഷൻ പാടില്ല എന്നുള്ളത് ടീച്ചേഴ്സ് എപ്പോഴും പറയും. ചെറിയ ക്ലാസ്സിലൊക്കെ മലയാളനെ ഐ വിൽ നോട്ട് സ്പീക്ക് ഇൻ മലയാളം എന്ന് പറഞ്ഞ് 100 തവണയൊക്കെ എഴുതി കൊടുത്തിട്ട് ബോക്സ് കൊണ്ട് അടിയൊക്കെ വാങ്ങിയിട്ടുള്ള ഒരാളാണ്, പലരിലൊരാളാണ് ഞാൻ. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഗ്രാമർ പഠിച്ചിട്ടുള്ള അധ്യാപകർ വന്നിട്ട് പറയുന്നത് ഇത് വൃത്തത്തിൽ എഴുതണം, പ്രാസത്തിൽ എഴുതണം, നല്ല കവിതയ്ക്ക് ഭംഗിയുണ്ടാവുള്ളൂ. പക്ഷെ എൻ്റെ രാഷ്ട്രീയം, ഞാൻ എഴുതിക്കൊണ്ടിരുന്ന കവിതയുടെ ആശയങ്ങൾക്ക് അങ്ങനെ വൃത്തത്തിലില്ല. അത് കാരണം അത് വൃത്തത്തിൽ ഒതുങ്ങൂല. അത് ഈ വൃത്തത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല, നമ്മൾ മലയാളം പഠിക്കുന്നില്ലല്ലോ. അങ്ങനെയാണ് മറ്റേ ട്യൂഷൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ മനസ്സിലാകുന്ന വൃത്തം എന്ന് വെച്ചാൽ, മാത്സ് ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിക്കുകയാണ് വൃത്തം വരയ്ക്കാൻ എത്ര റേഡിയസ് വേണമെന്ന്. വൃത്തം, അങ്ങനെ സ്റ്റീൽ ഗ്ലാസ്സൊക്കെ കഴുകി കമഴ്ത്തി വെച്ചിട്ട് വൃത്തം വരച്ച് കവിത എഴുതിയൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആ കവിതകളാണ് ദൈവത്തിൻ്റെ മകളിൽ ഇപ്പോൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളും കേരളത്തിലെ ഒട്ടനവധി യൂണിവേഴ്സിറ്റികളിലും പിള്ളേർ പഠിക്കുന്ന കാരണം അതിൻ്റെ തീവ്രമായ അനുഭവങ്ങൾ അത്രത്തോളം ആഴത്തിലും താപത്തിലുമാണുള്ളത്. വായിച്ച കവിതകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കവിതയാണ് മരണാനന്തരം.
അതിനകത്ത് ശരിക്കും ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി അനുഭവിക്കുന്ന ഉടൽ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട്. അവസാനത്തെ വരി ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എനിക്കും അതെ. കുളിപ്പിക്കാതെ കട്ടയിൽ വെക്കില്ലല്ലോ എന്നാണ് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരി. മനുഷ്യൻ്റെ, മലയാളിയുടെ കൗതുകത്തിലേക്ക് നീട്ടിവെച്ചിട്ടുള്ള ഒരു തൂലിക, ഏറ്റവും ശക്തമായ തൂലികയായിട്ടാണ് ഞാൻ ആ കവിതയെ കാണാൻ ആഗ്രഹിക്കുന്നത്. മരണാനന്തരം എന്ന കവിതയൊക്കെ എഴുതുമ്പോൾ ഉള്ളിങ്ങനെ നീറുകയാണ്. ഞാൻ മല്ലികാവസന്തത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ മരിച്ചാൽ എന്നെ കുളിപ്പിക്കുന്ന ജാഷിമല്ലാതെ ഒരാളും ചെയ്യരുത്. അത് ജാഷിമല്ലാതെ ഒരാളും ചെയ്യരുത്. പുരുഷന്മാർക്ക് എന്നെ ചുംബിക്കാം, അത് പ്രകൃതി വിരുദ്ധ എന്ന കവിതയിൽ എഴുതിയിട്ടുണ്ട്. അതായത് എന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ആഗ്രഹിച്ച മനുഷ്യരുണ്ടാകാം, സ്ത്രീയോ പുരുഷനോ ട്രാൻസ്ജെൻഡറോ ആരും ഉണ്ടാകാം. അവർക്കൊക്കെ ചുംബിക്കാൻ, അന്ത്യചുംബനത്തിന് ഒരു സമയം കൊടുക്കാം. അതിനപ്പുറത്തേക്ക് എൻ്റെ ശരീരം, എൻ്റെ മരിച്ചുപോയ എൻ്റെ ശരീരം, നിങ്ങൾ ഈ നെയ്യാറ്റിൻകരയിൽ ഇങ്ങനെ ഒരു ബ്രീജനെയും കുറ്റം പറയല്ല, തിരുവനന്തപുരത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ച, നമുക്ക് ഈ ടീ പാർട്ടി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, സദ്യ. അപ്പൊ അതിന് ഭക്ഷണം ആദ്യം ഇവർ ഒരുക്കി വെക്കും, എന്നിട്ട് ഗ്രില്ലങ്ങ് അടയ്ക്കും. ഈ ഗ്രില്ല് ഇങ്ങോട്ട് തുറക്കുമ്പോൾ എവിടെ നിന്നില്ലാതെ കുറെ മനുഷ്യരങ്ങ് ഓടി വരും. അവിടെ ആകെ കൂടി കിട്ടുന്ന ഇത്രയും ഒരു ചഷകത്തിന്റെ അകത്ത് വൈനും ഒരു ഇച്ചിരി കഷ്ണം കേക്കാണ് കിട്ടുന്നത്. ചെക്കനും പെണ്ണിനും ഇത് കിട്ടൂല, അവർക്ക് സീറ്റും കിട്ടൂല. ഇത് ഗ്രില്ല് ഇങ്ങോട്ട് തുറക്കുമ്പോൾ ഈ കടന്നു വരുന്നത് പോലെയാണ് ചില മാധ്യമ പ്രവർത്തകര് ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി മരിച്ചു കഴിയുമ്പോൾ അവരുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡിയിലേക്ക് ക്യാമറ കൊണ്ടുപോകുന്നത്. ആ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വെളിവുണ്ടായിരുന്നെങ്കിൽ, വെളിവെന്ന് ഉദ്ദേശിച്ച ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ, ആ തലയിലടിച്ച ആ ചുറ്റിക കൊണ്ട് ഇവരുടെ മണ്ടയ്ക്കടിക്കും. കാരണം ഇവരുടെ പ്രൈവസി, കാലിൻ്റെ അടിയിൽ എന്താണ്, ട്രാൻസ്ജെൻഡർ ആണ്, സർജറി ചെയ്തതാണോ, ഇനി ഇന്റർസെക്സ് ആണോ, ഈ മിശ്രലിംഗം എങ്ങനെ ഇരിക്കും എന്നുള്ള ഈ മനുഷ്യന്റെ കൗതുകം ഉണ്ടല്ലോ. ശരിക്കും നമ്മുടെ മീഡിയയിൽ ഇത് ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു അനുഭവം ഞാൻ അടക്കുന്ന എല്ലാ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കും ഉണ്ട്. കാരണം ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാലുകൾക്കിടയിലുള്ള ആ അവയവം ആഘോഷിക്കപ്പെടാൻ, ചർച്ച ചെയ്യപ്പെടാൻ ഒരു വലിയ സാധ്യതയാണ്. കാരണം ഇതൊക്കെ കെട്ടിമുറുക്കി വെച്ചിട്ടാണോ ഇവർ പെണ്ണാന്ന് പറഞ്ഞ് നടന്നിരുന്നത്? കാരണം സർജറി ചെയ്തോ ഇല്ലയോ അത് വേറൊരു കാര്യം. പക്ഷെ മൊത്തത്തിൽ ട്രാൻസ്ജെൻഡർ എന്നൊരു ഐഡന്റിറ്റിയെ പറ്റി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാഴ്ചപ്പാടുകൾ കൊണ്ടുനടക്കുന്ന മനുഷ്യരുണ്ട്. മാധ്യമപ്രവർത്തകർ അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. അത് അവരുടെ ആ ഡെഡ് ബോഡിയുടെ അടുത്ത് നിൽക്കുന്ന ട്രാൻസ് മനുഷ്യർ തന്നെ നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മൾ ഈ ലോകത്താണോ ജീവിക്കുന്നതെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയല്ല, പക്ഷേ ഈ മനുഷ്യന്റെ ഒരു കൗതുകത്തിന് പിരികേറ്റുന്ന തരത്തിൽ ധാരാളം ഏജൻസികൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ അതൊരു വേദനയാണ്. ശവമാണെങ്കിൽ പോലും, ഒരു കോപ്സ് ആണെങ്കിൽ പോലും അതൊരു വേദനയാണെന്നുള്ളത് ആളുകൾ അറിയണം. മരണാനന്തരം കവിത ഞാൻ ഒരു ആനവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു അനുഭവം കൂടിയാണ്. ഇടതുവശത്തെ കണ്ണാടി നിലത്ത് വീണുടഞ്ഞു. അതിൻ്റെ അർത്ഥം യാത്ര അവിടെ നിന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഈ തൃശ്ശൂർ വനിതാ പോലീസ് സ്റ്റേഷനിൽ കുറേ കാലം മറ്റേ DLSAയുടെ DLSAയുടെ സ്റ്റാഫല്ല, അതിനൊരു PLV പാരാലീഗൽ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ബസ്സിൽ കയറുമ്പോൾ ഞാൻ എപ്പോഴും ഇടതുവശത്ത്, ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ബസ്സിൽ പെട്ടിയുണ്ട്. ഇപ്പോൾ എനിക്കൊന്നും ഇപ്പം അതിലിരിക്കാൻ പാടില്ല, അവിടെ എന്തൊക്കെയോ ഒരു ഗേറ്റ് പോലെയൊക്കെ ബസ്സിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പെട്ടിയിലിരിക്കും. അപ്പോൾ പെട്ടിയുടെ മുകളിലിരിക്കുമ്പോൾ ഈ ഡ്രൈവർ എല്ലാ ദിവസവും ഇങ്ങനെ നോക്കും. അപ്പം ഞാൻ അതിനനുസരിച്ച്, സത്യം ഞാൻ ആദ്യമായിട്ട് ഒരുങ്ങുന്നൊക്കെ അപ്പോഴാട്ടോ, ലിപ്സ്റ്റിക് ഇടുന്നു, കണ്ണ് എഴുതുന്നു. പിന്നെയാണ് എനിക്ക് ഒരു ദിവസം മനസ്സിലായത് ഇയാളെ എന്നെയല്ല നോക്കുന്നത്, ഇയാളെ അടുത്ത് വെച്ചിരിക്കുന്ന കണ്ണാടിയിലേക്കാണ് നോക്കുന്നത്. കാരണം അതിലേക്ക് നോക്കിയാലേ അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കവിതയിൽ എഴുതുന്നുണ്ട്, ഇടതുവശത്തെ കണ്ണാടി നിലത്ത് വീണുടഞ്ഞു. അതിൻ്റെ അർത്ഥം യാത്ര അവിടെ അവസാനിച്ചു. പിന്നെ അതിൽ ആളുകൾ ചോദിക്കുകയാണ്, ഈ വന്നു കയറിയത് ആണാണോ പെണ്ണാണോ എന്ന്. അപ്പോൾ അതിൽ ഒരാൾ പറയുന്നു, താടി തടവിട്ട് പറയുന്നു, മരണാനന്തരം അറിയാം. അതെങ്ങനെ? കുളിപ്പിക്കാതെ കട്ടയിൽ വെക്കില്ലല്ലോ. കുളിപ്പിക്കുമ്പോ ചിലടത്ത് കേട്ടിട്ടുണ്ട്, ആ വരികളായിരുന്നു എനിക്ക് ഏറ്റവും, ആ വ്യക്തി അമ്മാവൻ മരിച്ചാൽ ആണുങ്ങൾ കുളിപ്പിക്കണോ പെണ്ണുങ്ങൾ കുളിപ്പിക്കണോ എന്ന് ചോദിച്ചിട്ടുള്ള ചില കുടുംബ സാഹചര്യങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചത്താൽ അറിയാണാണോ പെണ്ണാണോ? ഈ ചത്താൽ അറിയാമെന്നുള്ളൊരു ആധികാരികത അല്ലെങ്കിൽ ആ ഒരു പവർ ഓഫ് തോട്ട് വരുന്നത് എവിടുന്നാണ്? നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കുളിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയം, മലയാളിയുടെ ഈ ഇരുകാലുകൾക്കും ഇടയിലേക്ക് നോക്കുന്ന ഒരു
വൃത്തികെട്ട കൗതുകത്തെ കൂടി അടയാളപ്പെടുത്തുന്ന ഒരു ഇതാണ്. അത് വേറൊരു കവിത ലിംഗച്യുതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങളെൻ്റെ ലിംഗത്തിലേക്ക് നോക്കൂ, നോക്കുമായിരിക്കാം, വരൂ പ്രിയനെ നമുക്ക് നമ്മുടെ പ്രണയത്തിലേക്കും നമ്മുടെ കഴിവുകളിലേക്കും നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കവിത ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് പിന്നെയുണ്ട് കവിതകൾ. ചെന്താമരയാകട്ടെ, മലയാള ഭാഷയെ പ്രണയിച്ച നിങ്ങൾ ഞങ്ങളെ എന്തേ മറന്നുപോയി, 3ആക്കി 6ആക്കി 9ആക്കി അക്കങ്ങൾ കൊണ്ട് വളർന്നോലും 9 6 3 ഒക്കെ വിളിക്കുന്നവരുണ്ട്. കുറ്റിയടിച്ചു കൊളുത്തി വലിച്ചു ആണിലും പെണ്ണിലും തള്ളിയല്ലോ, മോഹങ്ങളും മോഹഭംഗങ്ങളും ചുവരിന്റെ മാറിൽ തൂക്കിയല്ലോ, പൊയ്മുഖപ്പടമുള്ള പുഞ്ചിരി കൊണ്ട് ഹൃദയങ്ങൾ പന്ത് കളിച്ചുവല്ലോ. അങ്ങനെ പന്ത് കളിക്കപ്പെട്ട ഒരാൾ കൂടിയാണ് ഞാൻ. അതായത് പ്രണയമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ജീവിച്ച് വഞ്ചിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഹൃദയങ്ങൾ അവർക്കതൊരു രസമാണ് ആ പന്ത് കളി എന്ന് പറയുന്നത്. ചിലങ്ങനെ ഫോൺ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, അപ്പം പണ്ട് എഴുതിയ പോലെ പാവം മാനവ ഹൃദയം അതിങ്ങനെ തുടിക്കുകയാണ് സ്നേഹത്തിന് വേണ്ടിയിട്ട്, അല്ലേ? പക്ഷെ പിന്നീടാണ് പറയുന്നത് സോറി ഞങ്ങൾ ഒരു തമാശയ്ക്ക് ചെയ്തതാണ്. അവർക്കൊരു തമാശയാണ്. ഒരു ട്രാൻസ്ജെൻഡർ യുവതിയെ സംബന്ധിച്ച് തിരസ്കാരങ്ങൾ മാത്രം ഏറ്റുവാങ്ങി അവളെ സംബന്ധിച്ച് അവളെ ഇഷ്ടപ്പെടാൻ ഒരാൾ, പ്രേമിക്കാൻ ഒരാൾ, ഉൾക്കൊള്ളാൻ ഒരാൾ ഉണ്ടാകുന്നത് അവൾക്കൊരു ലോകം കിട്ടിയ പോലെയാണ്, ഒരു ലോകം പതിച്ചു കിട്ടിയ പോലെയാണ്. അവിടെ അവൾ വീണ്ടും വഞ്ചിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന. ഹൃദയങ്ങൾ പന്ത് കളിച്ചുവല്ലോ, ഭിന്നമായി ഞങ്ങളിൽ എന്തുണ്ട് പ്രിയരെ. അത് പത്രക്കാരോടാണ് ചോദിച്ചത്. കാരണം 3rd ജെൻഡർ എന്ന് സുപ്രീം കോടതി വിധിച്ചപ്പോൾ മലയാളത്തിലെ മാധ്യമങ്ങൾ എഴുതി 3ആം ലിംഗം എന്ന്. ശരി, സമ്മതിച്ചു, 3ആം ലിംഗം 1 2 ഏതാണ്? 1ആം ലിംഗോ 2ആം ലിംഗോ ഏതാണ്? ചോദ്യം മറു ചോദ്യം. ഭിന്നമായി ഞങ്ങളിൽ എന്തുണ്ട് പ്രിയരെ, ഭഗ്നകാമാങ്കിത സ്വപ്നങ്ങളോ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്വപ്നങ്ങളോ. ഒരു കല്യാണത്തിന് ക്ഷണിക്കില്ല, പക്ഷെ അവർ വീരവാദം പറയും, ഞങ്ങൾ ട്രാൻസ്ജെൻഡറുകളെ അംഗീകരിച്ചു, ഞങ്ങളൊരു പുസ്തകം എഴുതിയപ്പോൾ ട്രാൻസ്ജെൻഡറിന് വേണ്ടി ഒരു കവിത എഴുതി. എന്തിന്? ആർക്കും ഗുണം അതുകൊണ്ട്? ഒരാൾക്കൊരു ഗുണമില്ല. ഈ വേണ്ടിയും പോലെയും അല്ല നമുക്ക് വേണ്ടതെന്ന്. ഉൾപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. എങ്ങോട്ടാണ് ഉൾപ്പെടുത്തുന്നത്? കള്ളി, 2 കള്ളി, ആൺകള്ളി പെൺകള്ളി. അതിലിരുന്ന് ഒരാൾ പറയുന്നു ഞാൻ ഇതല്ല അതാണ് എന്ന്. ഇതാണ് അതാണെന്ന് പറയും, ഇതല്ല അതാണെന്ന് പറയുമ്പോൾ അടുത്ത കള്ളിയിലേക്കല്ല വിടുന്നത്, മറിച്ച് ഈ പുറത്തേക്ക് വിടുകയാണ്. അവിടെ കിടന്ന് അതിരുകളിൽ കിടന്ന് ആ വ്യക്തി ജീവിച്ചും സഹിച്ചും അനുഭവിച്ചും എന്താ പറയുക, അതിജീവിച്ചും പോരാടിയും വിജയം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിളിക്കുക. എന്ത്? സിസ്റ്റത്തിൽ ഞങ്ങൾ ഇൻക്ലൂസീവ് ആക്കാൻ ആഗ്രഹിക്കുന്നു. സിസ്റ്റം ഇൻക്ലൂസീവ് ആണോ? അല്ല. ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു പുരുഷന് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ അവനെ ഷണ്ടൻ എന്ന് വിളിക്കുന്നുണ്ട്, അവന് മീശയില്ലെങ്കിൽ അവന് വളർച്ചയില്ല എന്ന് പറയുന്നുണ്ട്, അവന് സ്വന്തമായി തീരുമാനമില്ലെങ്കിൽ അവൻ കഴിവുകെട്ടവനാണെന്ന് പറയുന്നുണ്ട്, അവന് സ്വന്തമായിട്ട് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അവൻ ദരിദ്രനാണെന്നും മറ്റു പലതാണെന്ന് പറയുന്നുണ്ട്. അതേ പുരുഷൻ തന്നെ ഗേ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ കുണ്ടനെന്ന് വിളിക്കുന്നുണ്ട്. സ്ത്രീ പ്രസവിച്ചില്ലെങ്കിൽ അവൾ മച്ചിയാകുന്നുണ്ട്, മച്ചി എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. അവൾക്ക് തൊലിനിറവില്ലെങ്കിൽ അവളോട് പോയി വൈറ്റനിങ് എടുത്തിട്ട് വാ, എന്നിട്ട് നിന്നെ അംഗീകരിക്കുക എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഇത് ഇൻക്ലൂസീവ് ആയിട്ടില്ല. ഇൻക്ലൂസീവ് ആകാത്തൊരു സിസ്റ്റത്തിലേക്ക് ഒരു ട്രാൻസ്ജെൻഡറിനെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ ഇൻക്ലൂസീവ് ആണെന്ന് പറയുന്നതിൽ എന്ത് കാര്യമായിരിക്കുന്നു, എന്തർത്ഥം ഇരിക്കുന്നു? അപ്പൊ വേണ്ടത് എന്താന്ന് വെച്ചാൽ പുതുക്കപ്പെടാനുള്ള ആർജവം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് കിട്ടാൻ, ഒരു ആർജവം കിട്ടാൻ. പക്ഷെ ആർജവം നേടിയെടുക്കണം, അത് കരുത്ത് നേടിയെടുക്കണം. എന്നാൽ മാത്രമേ തിരിച്ച് വിളിച്ചിട്ട് കാര്യമുള്ളൂ. നമ്മളൊരു പരിപാടിക്ക് വിളിച്ചു വരുത്തി 2 സ്ത്രീകളും 2 പുരുഷന്മാരും ഒരു ട്രാൻസ്ജെൻഡറും, സമത്വം ആയിട്ടില്ല. സമത്വത്തിനപ്പുറത്തേക്ക് നമുക്കിപ്പോൾ ആവശ്യം ലിംഗനീതിയാണ്. അതെന്താണെന്നറിയോ? ട്രാൻസ്ജെൻഡറിനും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡറിന് ജോലിയില്ല. ഒരു പക്ഷെ അതിനേക്കാൾ കുറച്ച് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു പുരുഷനോ ഒരു സ്ത്രീക്കോ ജോലി കിട്ടുന്നുണ്ട്. അപ്പൊ എവിടെയാണ് ലിംഗനീതി? ലിംഗനീതി നടപ്പിലാക്കാതെ എങ്ങനെയാണ് സമത്വത്തിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുക? ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളൊരാളെ ആദ്യം കാണുമ്പോൾ ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ഒന്ന്, സനിതയുടെ നിങ്ങളുടെ പേരെന്താ? സനിത. 2ാമത്തെ ചോദ്യം എന്താ? സനിതയ്ക്ക് എവിടെയാ ജോലി? ആ ജോലി അറിഞ്ഞിട്ട് വേണം ചോദിക്കുന്ന ആൾക്ക് സനിതയ്ക്ക് എത്ര ശതമാനം റെസ്പെക്റ്റ് കൊടുക്കണം എന്ന് തീരുമാനിക്കുക. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിസ്ജെൻഡർ ആയ മനുഷ്യനോ അല്ലെങ്കിൽ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ഒരു മനുഷ്യനോ ഉള്ളതുപോലെ തന്നെ ഡിഗ്നിറ്റി ഓഫ് ലൈഫ് is important for everyone, whether the person is intersex or a transgender or a gay or a lesbian, അതൊക്കെ സെക്ഷുവാലിറ്റി whatever. അവർക്കും ഡിഗ്നിഫൈഡ്, അന്തസ് എന്നാണ് നമ്മൾ മലയാളത്തിലുള്ള വാക്ക്, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്.
അതുണ്ടെന്നുള്ളത് തിരിച്ചറിയാത്തൊരു സമൂഹത്തെ ആവർത്തിച്ച് അത് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെ, അല്ലേ? തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഇടപെട്ടുകൊണ്ടേയിരിക്കണം. എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഒരു സിസ്ജെൻഡറായ ഒരു ആക്ടിവിസ്റ്റും ഞാനും ട്രിവാൻഡ്രത്തോ മറ്റൊരു പ്രോഗ്രാമിന് പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു കവിയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എൻ്റെ അടുത്ത് വന്ന് കുറേ കവിതകളൊക്കെ സംസാരിച്ചിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, എന്നെ അറിയില്ല കേട്ടോ, ഞാൻ റൈറ്റർ ആണെന്നോ, അത് പോട്ടെ, വിജയരാജ മല്ലിക എന്ന് പോലും അറിയില്ല. അപ്പം ആരോ പറഞ്ഞു അത് വിജയരാജ മല്ലികയാണ്. അപ്പോൾ പുള്ളി എന്നെ വിജയരാജ് മല്ലിക എന്നാണ് വിളിക്കുന്നത്. പേരൊക്കെ മുറിക്കാനുള്ള ആളുകൾക്ക് ഇഷ്ടം, എല്ലാം മുറിച്ച് അതിൽ വിവാദം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വിജയരാജ. അപ്പം ഞാനിത് നോക്കി, ആരെയാണോ വിളിച്ചത്, എന്നെ തന്നെയാണ്. എന്താ സർ, കണ്ടില്ലേ ട്രാൻസ്ജെൻഡറുകൾ വന്നിരിക്കുന്നത്, കൊട്ടക്കമ്മലും വലിയ പൊട്ടും ചുണ്ടിൽ കുറേ ലിപ്സ്റ്റിക്കൊക്കെ വാരിയ പെണ്ണായിരുന്നവരുടെ വിചാരം. ഞാനിങ്ങനെ നോക്കി അങ്ങേരെ, കാരണം ഷീസ് എ സിസ്ജെൻഡർ പേഴ്സൺ. ആളുകളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ എന്നത് അടയാളങ്ങൾ ആഘോഷിക്കുന്നവരാണെന്നാണ്. ഞാനത് അവരോട് പറഞ്ഞില്ല, പറഞ്ഞെങ്കിൽ അന്ന് തീർന്നേനെ അയാളുടെ ജീവിതം. അവരപ്പം തന്നെ വേണമെങ്കിൽ പ്രതികരിച്ചേനെ. അപ്പം ഒരുങ്ങി വരുന്നത് ട്രാൻസ്ജെൻഡർ ആണെന്നൊരു ധാരണ. പിന്നെ ഒന്നുകൂടി ഞാൻ പറയട്ടെ, ചില സ്ത്രീകൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ സ്ത്രീകളെക്കാൾ സ്ത്രീകളാകുന്നത്? ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി, ഒരു ക്യാമറമാൻ പറഞ്ഞിട്ട് ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല. സ്ത്രീകള് വലിച്ചെറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവര് വേണ്ടെന്ന് വെച്ചിട്ടുള്ള അടയാളങ്ങൾ മുഴുവനും വാരിയെടുത്തവരെയാണ് സ്ത്രീയായിട്ട് അംഗീകരിക്കുന്നത്. നിങ്ങൾ സാരി ഉടുത്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ കണ്ണെഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ മറ്റേ പനങ്കുല പോലത്തെ മുടി, ഇത്തരം സങ്കല്പങ്ങളാണ് സ്ത്രീ എന്ത് വേണ്ടെന്ന് വെച്ചോ അത് മുഴുവനും വാരിയെടുത്തത് കൊണ്ടാണ് ഒരു കാലഘട്ടത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യർ അംഗീകരിക്കപ്പെട്ടത്. ട്രാൻസ് യുവതികൾ, മുലകളുണ്ടാകണം, അതിന് ഇത്ര വളർച്ചയുണ്ടാകണം, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം മറ്റെന്ത് ഉജാലക്കുപ്പി പോലെ ഇരിക്കണം, അങ്ങനെ ഒരു വടിവത്ത രൂപം ഉണ്ടാകണം. എത്രയോ മനുഷ്യർ ഫെമിനൈസേഷൻ സർജറിക്ക് പോകുന്നു. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണെങ്കിൽ കൂടിയും നിങ്ങൾ കണ്ടാൽ പെണ്ണാണെന്ന് പറയില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട്. എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു, മല്ലികയുടെ ഈ ഭാഗം കണ്ടാൽ പെണ്ണാണെന്ന് തോന്നില്ല, നിങ്ങൾ പുരുഷനാണെന്ന് തോന്നുന്നു, നിങ്ങളെ ഞാൻ ഒരു സർജറിക്ക് റെഫർ ചെയ്യാം. ഒരു ലേഡി, ഞാൻ പേര് പറയുന്നില്ല, അവർ വളരെ പ്രശസ്തയായിട്ടൊരു ഒരു സ്ത്രീയാണ്, നിങ്ങളെ മല്ലിക ഷറാഫത്തിനെ പോലെ ആക്കിത്തരാം. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, അത് ഷറാഫത്തിൻ്റെ മോള്, ഇത് വൈകൃഷ്ണൻ്റെ മോള്, ഇത് ലാലേട്ടൻ വേറെ രീതിയിൽ പറയുന്നുണ്ട്, ജോസഫ് ഏതോ പടത്തില് നിന്റെ തന്തയല്ലല്ലോ എൻ്റെ തന്ത എന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ട്. ഞാനത് കുറച്ച് കാവ്യാത്മകമായിട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതായത് ഇറ്റ് ഡിഫേഴ്സ്. ഇപ്പൊ എന്നെ പോലെ ഇരിക്കുന്ന എത്രയോ സ്ത്രീകൾ മറ്റ് രാജ്യങ്ങളിലുണ്ടാകാം. ഇപ്പൊ ഞാൻ ഡ്രസ് ചെയ്യുന്ന, എന്നെ ആകർഷിക്കുന്ന ഡ്രസ് കോഡ് എന്ന് പറയുന്ന 1950-കളിലും 60-കളിലും ഒക്കെ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന സ്റ്റൈലാണ്. പൂവ് വേണം തലയിൽ. എനിക്ക് അങ്ങനെ ഒരുങ്ങാനാണ് ഇഷ്ടം. ഈ കാലഘട്ടത്തിലും ഞാൻ ചിലടത്ത് പോകുമ്പോൾ എന്നെ ഇങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട്, ഇത് ഏത് കാലഘട്ടത്തിൽ നിന്ന് വന്നു, അല്ലെ ടൈം ട്രാവൽ ആണോ, ഞാനത് ആഘോഷിക്കുന്നുണ്ട്. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യില്ല, ചുമ്മാ ഒരു സാരി മറ്റേ സിംഗിൾ ലെയർ ഇട്ട് പോവുക, അങ്ങനെയാണ് ഞാൻ. എൻ്റെ ഒരു ലൈഫ് അങ്ങനെയാണ്. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരുങ്ങാനോ, ഞാൻ പെണ്ണായതുകൊണ്ട് കൂടുതൽ ഒരുങ്ങി നടക്കണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഒരു പ്രോസസ്സായിരുന്നു ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ എന്നത്. ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഇടയ്ക്ക് ഇറങ്ങി ഒന്ന് ചായ കുടിക്കുകയോ അല്ലെങ്കിൽ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ചെറിയ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കൂലേ, അതേപോലെ ഒരു പ്രോസസ്സായിരുന്നു. പക്ഷെ അത് കണ്ടുപിടിച്ചത് കൊണ്ട് ജീവിതം ഇത്രയും സുരഭിലമാക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം, നിങ്ങളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റിയിൽ നിങ്ങൾ ഇതല്ല, നിങ്ങൾ മറ്റൊന്നാണ് എന്ന് ഉണർവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതിൽ തെറ്റൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡ് ഹി ഡോണ്ട് ഗീവ് ഇൻ്റർവ്യൂസ്. കാരണം ഈവൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വനിതയിൽ വന്ന ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ കണ്ടില്ല. എന്നോട് പറഞ്ഞ ആൾക്കാർ എന്തോ എഴുതിക്കോട്ടെ, നമുക്കെന്താ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. 20-ലോ 21-ലോ മറ്റോ മാതൃഭൂമിയുടെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ, ആ ഇൻ്റർവ്യൂയുടെ ടൈറ്റിൽ വന്നെങ്ങനെയാണ്, ട്രാൻസ്ജെൻഡർ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല അങ്ങനെ എന്തോ ഒരു ടൈറ്റിൽ. അതിൻ്റെ അടിയിൽ തിരൂരുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ വന്ന് എഴുതിയ കമൻറ്റ് ഞാൻ എപ്പോഴും മറന്നിട്ടില്ല. ഒപ്പനയില്ല കോൽക്കളി മാത്രം, ഒപ്പനയില്ല കോൽക്കളി മാത്രം. ഇതാണ് ആ മനുഷ്യനെ എഴുതി പോയത്. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് നമുക്കറിയാം, ലോകത്തിനറിയാം. അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് ജനൽ തുറന്ന് നോക്കിയിരിക്കുന്ന മലയാളിയുടെ അവിഞ്ഞ സ്വഭാവം,
വൈകൃതം. അതാണ് വൈകൃതം. സത്യത്തിൽ അതാണ് വൈകൃതം. അതിന് മറുപടിയായിട്ട് ഒരു കവിത ഞാൻ എഴുതി. അതിൻ്റെ അവസാനത്തെ വരി ഇങ്ങനെയാണ്: പോട്ടടാമുത്തെ പിടിച്ച് നടുക്ക് കിടത്താൻ കഴിയില്ലല്ലോ. ഞാനും എൻ്റെ ഹസ്ബൻഡും കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് കിടന്നോളൂ, എനിക്ക് കുഴപ്പമില്ല, കാരണം ചേട്ടന് പഠിക്കണമല്ലോ ഇതെന്താണെന്ന്. പക്ഷെ ഹസ്ബൻഡ് ഒരു സിസ്ജെൻഡറായിട്ട് ഒരു പുരുഷൻ, വാട്ടെവർ, അയാൾ മറ്റൊരു മനുഷ്യനാണ്, അയാളുടെ അനുവാദം കൂടെ എനിക്ക് വേണം. അതാണ് പോട്ടടാമുത്തെ നടുക്ക് പിടിച്ച് കിടത്താൻ കഴിയില്ലല്ലോ എന്നുള്ളത്. നമുക്കിപ്പോൾ വന്ന് കിടന്നാൽ അറിയാം എന്താ നടക്കുന്നതെന്ന് അറിയാം. അയാളുടെ ഫോട്ടോ, അയാളുടെ ആ ഒരു പോസ്റ്റ് കമൻറ്റ് വെച്ചുകൊണ്ട് തന്നെ എനിക്കത് ഫേസ്ബുക്കിൽ ഇടാനും പറ്റി. എല്ലാത്തിനോടും നമുക്ക് ഈ കുരയ്ക്കുന്ന എല്ലാ മനുഷ്യരോടും പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ മനുഷ്യൻ്റെ എക്സിസ്റ്റൻസിനുള്ള റൈറ്റിനെ നിഷേധിക്കുന്ന ശബ്ദങ്ങൾക്ക് എതിർസ്വരമാകാൻ നിങ്ങളുടെ കവിതയോ സാഹിത്യത്തെയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് അത് വായിക്കുമ്പോൾ അതിലൊരു വിവാദം ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം ആളുകളുടെ അറിവില്ലായ്മയിലേക്കുള്ള നീട്ടിവെക്കലാണത്. ചിലപ്പോൾ അതൊരു ചങ്കിൽ കൊണ്ടുവന്ന് വരും. പക്ഷെ ആ ചങ്കിൽ കൊണ്ട് വീഴുന്ന രക്തത്തേക്കാൾ, അതുകൊണ്ട് ഞാൻ എഴുതിയത് ഭാഷ കൊണ്ട് മുറിവേറ്റ ഒരു വിഭാഗത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. ഭാഷ കൊണ്ട് മുറിവേൽക്കുന്നത് നെഞ്ചിൽ കത്തി കൊണ്ട് കുത്തി ബ്ലഡ് രക്തം വരുന്നതിനേക്കാൾ വേദനയുണ്ട്. നമ്മളിപ്പോൾ ഒരുമിച്ചിരിക്കുന്നിടത്ത് ആദരിച്ചു കൊണ്ട് ഇരുത്തിയിട്ട് അനൗൺസ് ചെയ്യാണ്, ഭിന്നലിംഗക്കാർക്കിടയിലെ കവയത്രി വിജയരാജ മല്ലിക പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതൊരനുഭവം. ഒരു കോളേജിൽ ഞാൻ പോയി, ഇവിടെയല്ല, ആലപ്പി ഡിസ്ട്രിക്റ്റിലെ ഒരു പ്രോഗ്രാമിൽ 2016 ഞാൻ പോയി. നടൻ ദിലീപ് വന്നിട്ടുണ്ട്. ആശംസ പറയുമ്പോൾ ഒരു അധ്യാപകൻ പറയാണ്, നമ്മൾ ഇന്ന് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. അദ്ദേഹം ചെയ്തൊരു കഥാപാത്രത്തെ നമുക്ക് നേരിട്ട് കിട്ടി ഇവിടെ. ചാന്തുപൊട്ട്. ഒരു അധ്യാപകൻ അത് പറയണമെങ്കിൽ എന്ത് വിവരമാണല്ലേ. വിവരത്തിന്റെ അല്ല, ആ വിവരമില്ലായ്മയുടെ കാരണം എന്താണ്? നമുക്ക് അത്തരം സ്വരങ്ങൾ പുറത്തോട്ട് വരാത്തത് കൊണ്ടാണ്. നിങ്ങളെ പിടിച്ചു വലിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാകും, പക്ഷെ ആ സ്വരത്തെ അടയാളപ്പെടുത്താനുള്ള ആർജവം നിങ്ങളിൽ ഉണ്ടായേ പറ്റൂ. എനിക്കതുണ്ടായിട്ടുണ്ട്. ഭാഷ കൊണ്ട് എത്രയെത്ര മുറിവുകൾ. സ്ത്രീയെപ്പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും മല്ലിക സ്ത്രീയല്ല. പബ്ലിക് പ്ലേസിലാണ് ഇത് പറയുന്നത്, അനൗൺസ് ചെയ്യുമ്പോൾ. റാം കെയർ ഓഫ് ആനന്ദിയിലെ മല്ലിയാണ് ഇരിക്കുന്ന മല്ലി എന്നൊരിക്കൽ ഒരു വേദിയിൽ പോയപ്പോൾ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തെ തിരുത്തി. സോറി സർ, യു ഷുഡ് റീഡ് ദറ്റ് ബുക്ക്. അത് ഞാനല്ല. എന്നേക്കാൾ അടർന്നു വീണ, എന്നേക്കാൾ പൊലിഞ്ഞു പോയ മറ്റൊരു ജീവിതമാണ് അത്. ഞാൻ ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ആ ബ്ലെസ്സിങ് ഞാൻ ആർജിച്ചെടുത്ത ഒരാളാണ്. രാവിലെ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് കഴിക്കുന്നുണ്ട്, 4 മണിക്ക് ചായ ഇപ്പോൾ കുടിക്കാൻ വേണ്ടി ക്രിയാറ്റിൻ വളരെ കൂടുതലാണ്, യൂറിൻ ഷുഗർ കൂടുതലായതുകൊണ്ട്. രാത്രി നല്ല ആഹാരം കഴിക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നുണ്ട്, പാരൻസ് ഒപ്പമുണ്ട്, അമ്മ ഇപ്പം തിരിച്ചറിഞ്ഞു, സ്നേഹനദിയായ കയ്യിലല്ല തലയിൽ കൊണ്ടു നടക്കുന്ന ഒരു ഭർത്താവുണ്ട് കൂടെ, ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ള, മാറാൻ തയ്യാറുള്ള ഒരു സൊസൈറ്റി ഉണ്ട് കൂടെ, ആയിരക്കണക്കിന് സാരികളുണ്ട്. അത് അമ്മയോടുള്ള വാശി കൊണ്ട് വാങ്ങിയതാണ്. അമ്മ ഒരു കാലത്ത്, ഞാൻ ഈ സാരി പഠിക്കുന്നതൊക്കെ യൂട്യൂബ് നോക്കിയിട്ടാണ്. സാരിയോ ബ്ലൗസോ ഒന്നും അമ്മ തരില്ല. അപ്പം ഇത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കും എന്നറിയാം, പക്ഷെ ഇത് ഉടുക്കുന്ന പ്രോസസ്സ് അറിയില്ല. അപ്പം ഇതൊക്കെ നമ്മൾ പഠിച്ചെടുത്തതാണ്, ഓരോ മനുഷ്യരും നമ്മൾ ആർജിച്ചെടുത്തതാണ്. പിന്നെ വേറെ ചിലരുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ 9 ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, മാതൃഭക്തി നല്ലതാണ്, അല്ലെങ്കിൽ സഹോദര ഭക്തി നല്ലതാണ്. അവരുടെ മുഖം എന്നിൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ മുഖം എന്നിൽ കാണുന്നുണ്ടെങ്കിൽ, ആ ചേഷ്ടകൾ എന്നിൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഭാഗ്യവതി. ഉരുളക്ക് പേര് പോലെ തന്നെയാണ് മറുപടി കൊടുക്കുക. തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ടല്ലോ, സമൂഹം അത് അർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മനസ്സിലാക്കാനുള്ള ഇത്രയും സാഹചര്യങ്ങൾ മുന്നിലുണ്ടായിട്ടും സമൂഹത്തിന് ഇപ്പോഴും അതൊക്കെ അങ്ങനെ തന്നെയാണ് പറയേണ്ടതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അസാധ്യ മറുപടികളും അർഹിക്കുന്നുണ്ട്. അതെ അതെ അതെ. കവിതകളൊക്കെ വായിക്കുമ്പം നമുക്ക് പുതിയ പുതിയ വാക്കുകൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആൺനദി, അതൊരു കവിതയുടെ പേര് തന്നെയായിരുന്നു. അതേപോലെ ആർത്തവമില്ലാത്ത മേഘങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ വാക്കുകളെ, കാരണം പുതിയ വാക്കുകളാണല്ലോ, ഇതൊക്കെ സ്വീകരിക്കപ്പെടും എന്ന് എഴുതുന്ന സമയത്ത് തോന്നാറുണ്ടോ? ഇത് ഇന്ന് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിലും നാളെ സ്വീകരിക്കപ്പെടും എന്നറിയാം. കാരണം എന്താന്ന് വെച്ചാലേ, സഭ്യമായ പദങ്ങൾ നമുക്കില്ല.
നമുക്ക് ഈ ബൈനറിക്കകത്തിരിക്കുന്ന കോൺവെർസേഷൻസും ബൈനറിക്കകത്തിരിക്കുന്ന നിരന്തരമായ ആക്ടിവിറ്റിക്കും അപ്പുറത്തേക്ക് ഉള്ള എക്സിസ്റ്റൻസുകളെ അടയാളപ്പെടുത്താൻ മലയാള ഭാഷയിൽ കൃത്യമായ പദങ്ങളില്ല. സോ വെൻ വി കമ്പയർ വിത്ത് തമിഴ്നാടു, അവർക്ക് മാസ്കിന് വരെ മലയാളമുണ്ട്, അവരുടെ തമിഴുണ്ട്, എല്ലാത്തിനും തമിഴുണ്ട് അവർക്ക്. ഇന്റർസെക്സ് എന്ന വാക്കിന് നമുക്ക് ആകെക്കൂടിയുള്ള ഇവിടെ മിശ്രലിംഗം എന്നൊരു പദമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ മിശ്ര ലിംഗത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും മിശ്ര ലിംഗാവസ്ഥയാകണം എന്നില്ല. ഇടയപ്പാളിന കുഴന്തകൾ എന്നാണ് അവര് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവരുപയോഗിക്കുന്ന വാക്ക്. അപ്പൊ നമുക്ക് ഈ മാന്യമായ പദങ്ങൾ ഇല്ല എന്നത് കവിത എഴുതുമ്പോൾ ഞാൻ അനുഭവിച്ചൊരു പ്രശ്നമാണ്. അപ്പൊ അവിടെ സൃഷ്ടിക്കുകയല്ല, മറിച്ച് പുതിയ വാക്കുകൾ നിർമ്മിക്കുക എന്നൊരു പ്രോസസ്സിലാണ് ഞാൻ ഏർപ്പെട്ടത്. ഒറ്റ ഉദാഹരണം പറയാം. ഈ ആൺനദിയിൽ 10 പുതിയ വാക്കുകൾ. ആൺനദി എന്നത് തന്നെ നദി, ഒരു പുഴ എങ്ങനെയാണ് നദിയാകുന്നത് നമുക്കറിയണം. എല്ലാ സ്ത്രീകളും പറയും ഞങ്ങൾ പുഴകളാണ്, നിങ്ങൾ നദികളാകൂ. അതായത് നിങ്ങൾ കൂടുതൽ എംപവേർഡ് ആകൂ. ഇനി എംപവേർഡ് ആയ ഒരു സ്ത്രീക്കൊപ്പം ജീവിക്കാനുള്ള ധൈര്യം നമ്മുടെ നാട്ടിലെ പുരുഷന്മാർക്കുണ്ടോ? ഇല്ല. അവരത് ആർജിച്ചെടുക്കേണ്ടതാണ്. വാട്ട് ഈസ് എംപവർമെന്റ്, വാട്ട് ഈസ് എമാൻസിപ്പേഷൻ. അപ്പൊ അവിടെ ഈ ആൺ നദി എന്ന് പറയുന്ന ഒരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള ഒരാള് ആരെ കല്യാണം കഴിക്കും? ഒരു ക്വസ്റ്റ്യൻ ഒരു കാലത്ത് എൻ്റെ കാര്യത്തിൽ വന്നു. നിങ്ങൾ ആണിനെ കല്യാണം കഴിക്കുമോ പെണ്ണിനെ കല്യാണം കഴിക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾ ഇനി എന്തിനൊരു പുരുഷനെ വിവാഹം കഴിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ക്ലിയർ ആയിരുന്നു. എനിക്കൊരു നദിയാണ് വേണ്ടത്, അതൊരു ആൺ നദിയാണ് വേണ്ടത്. ഐ വോണ്ട് ടു മാരി എ സിസ് ജെൻഡർ പേഴ്സൺ. അതേസമയം ട്രാൻസ്മെൻ ആയിട്ടുള്ള ആളുകളെയും ഗേ ആയിട്ടുള്ള ആളുകളെയും ഒക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട്. ഐ റെസ്പെക്ട് ദെയർ സെക്ഷുവാലിറ്റി ആൻഡ് ഐ റെസ്പെക്ട് ദം. പക്ഷെ വെൻ കമ്മിങ് ടു മീ, ഐ നീഡ് ടു മാരി എ സിസ് ജെൻഡർ പേഴ്സൺ. അവിടെ ഈ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാം പുഴ ചെന്ന് കടലിലേക്ക് ചേരുന്നതാണ്, നദി ചെന്ന് കടലിലേക്ക് ചേരുന്നതാണ് പ്രണയം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ കടൽ വന്ന് നദിയിൽ ചിറകടിക്കുന്ന ഒരു അനുഭവമുണ്ട്. അത് അനുഭവിച്ച ഒരാളാണ് ഞാൻ. ജാഷിമിനെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം പല ഫാക്ടേഴ്സ്, മതം, പ്രായം, എക്സ്പീരിയൻസ് ഒക്കെ, അനുഭവങ്ങളൊക്കെ വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഞങ്ങളൊന്നായി. അപ്പം ആൺനദിയിൽ 10 വാക്കുകളുണ്ട്. കാളച്ചുവപ്പ്, ആർത്തവമില്ലാത്ത ഒരു മേഘമാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്നു. ആർത്തവമില്ലാത്തൊരു മേഘമാണ് ഞാൻ. അങ്ങനെ ഒരുപാട് മേഘങ്ങളുണ്ട്. എന്നിട്ടും ഞങ്ങൾ പെയ്യുന്നുണ്ട്. ഞങ്ങളിൽ പലരും, ഞാനടക്കം പലരും പെയ്യുന്നുണ്ട്. ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവമാണ്. എന്നിട്ടും ഞാൻ പെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഐക്യനാട്യം എന്നൊരു വാക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത, അത് പുസ്തകം എനിക്ക് തോന്നുന്നു ലിലിത്തിന് മരണമില്ല എന്ന പുസ്തകത്തിലാണെന്ന് തോന്നുന്നു ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് നമ്മളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലർ പ്രൈഡ് പരേഡിനൊക്കെ നമ്മുടെ കൂടെ വരും, അല്ലെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കും. ചില ലെസ്ബിയൻ സുഹൃത്തുക്കൾക്കൊപ്പമോ ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കൾക്കൊപ്പമോ കെട്ടിപ്പിടിച്ച് ഫോട്ടോസ് അവരിടും. എന്നിട്ട് അവർ പറയും ഞാൻ ലെസ്ബിയൻ അല്ല, എന്നാലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഇതിന്റെ അടിയിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരികയാണ്, നിങ്ങൾ ലെസ്ബിയൻ ആണോ, നിങ്ങൾ മറ്റേതാണോ, മറിച്ചാണോ? ആളുകളുടെ കാഴ്ചപ്പാട് അങ്ങനെയാണല്ലോ. ഐക്യപ്പെടുന്ന ഒരു നാടകം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ ഐക്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ എല്ലാ വേദനകളും ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മുഖം മൂടി അഴിച്ചു വെച്ച് അടുത്ത സ്ഥലത്തേക്ക് പോയി നമ്മളെ ഭാഷ കൊണ്ടും വ്യവസ്ഥകൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും വേദനിപ്പിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത വാക്കാണ് ഐക്യനാട്യങ്ങൾ. ഐക്യനാട്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് വാക്കുകൾ ഇല്ലാത്തിടത്ത് പുതിയ വാക്കുകൾ, ഇപ്പം ചിലര് പരിപാടിക്ക് വിളിക്കുമ്പോൾ അവർ ചോദിക്കും മല്ലികനെ കവിയെന്ന് വിളിക്കണോ കവിയത്രി എന്ന് വിളിക്കണോ? അപ്പൊ അതിങ്ങനെ മൂർച്ഛിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, തമിഴ്നാട്ടിലെ ആളുകൾ എഴുതുന്ന ആളെ എഴുത്താളർ എന്നാണ് വിളിക്കുന്നത്, നിങ്ങൾക്ക് അത് വിളിക്കാം, എനിക്ക് സന്തോഷമുള്ളൂ. എഴുത്താളിയെന്നോ എഴുത്താളർന്നോ എന്ന് വിളിച്ചോളൂ, കുഴപ്പമില്ല. അപ്പൊ അവിടെ ഒരു ജെൻഡർ കടന്നു വരുന്നില്ല. ജെൻഡറാണ് പലർക്കും പ്രശ്നം. ഈ ഭിന്നലിംഗക്കാർക്കിടയിലെ കവി എന്ന് വിളിക്കുന്നേക്കാൾ എത്രയോ മനോഹരമാണ് എഴുത്താളർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ സഹജർ എന്ന്, പണ്ട് സഹജർ എന്ന പദത്തിന് ഒരു അർത്ഥ തലം ഉണ്ടായിരുന്നു. ഞാനത് എങ്ങനെ ആവിഷ്കരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മസ്തിഷ്കവും മാംസവും മജ്ജയുമുള്ള സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അതിൽ സ്വാഭാവികമായി രതിയിലുണ്ടാകുന്ന കുട്ടികൾ എങ്ങനെയാണ് ഭിന്നലിംഗരാകുന്നതെന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. സഹജരാണ്. ആ അർത്ഥതലത്തിലാണ് അതിനെ സഹജർ. ട്രാൻസ്ജെൻഡർ ആകുന്നതോ അല്ലെങ്കിൽ ഇന്റർസെക്സ് ആയിട്ട് ജനിക്കുന്നതോ
ഒക്കെ സഹജമായിട്ട് സംഭവിക്കുന്നതല്ലേ. അല്ലാതെ അതെ. ആരും വന്ന് ഇതിപ്പോ ഒന്നേ ഉള്ളോ, നമുക്ക് ഒരു ലിംഗം കൂടി ചേർത്ത് വെക്കാന്ന് ആരും പറയുന്നില്ല, ആരും തുന്നി വെക്കാന്ന് പറയുന്നില്ല. എന്നാ ഞാനങ്ങ് ട്രാൻസ്ജെൻഡർ ആയേക്കാം എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഒരാൾ വരുന്നത്. അങ്ങനെ ഇറങ്ങി വരുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് ആളുകൾക്ക്. അങ്ങനെ നഷ്ടപ്പെടലുകൾ നടത്തിയിട്ട് ഞാൻ ഇതാണെന്ന് പറഞ്ഞ്, അതായത് ഒരു ഫേക്ക് ആയിട്ട് ഒരാൾ വരുമോ എന്ന് എനിക്കറിയില്ല. വരുമോ വരില്ലേ എന്നുള്ളതൊക്കെ കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞ് അല്ലാത്തൊരവസ്ഥയിലേക്ക് ഒരാൾ വരാൻ സാധ്യത വളരെ കുറവാണ്. ശ്യാമായസ് പ്രഭ അവര് ഒരു ബ്യൂട്ടി പേജന്റ് ബ്യൂട്ടി കോൺടെസ്റ്റിൽ പങ്കെടുത്തിട്ട് അവര് വിജയിച്ചപ്പോൾ ഒരു പത്രത്തിൽ എഴുതിയ വാക്കാണ് പിന്നെ ലൈംഗിക സുന്ദരി. അത് എന്താണെന്തോ വാക്കിന്റെ അർത്ഥം എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പത്രക്കാർക്ക് എഴുതി ചോദിച്ചത് എന്താ, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞാനൊരു കവിത എഴുതിയതിനെ പറ്റി. ആണല്ല പെണ്ണല്ല കൺമണി നീ എന്ന് തുടങ്ങുന്ന ഒരു ഇന്റർസെക്സ് താരാട്ട്. ആ കൃതി MG യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. അതെ, രണ്ടും ഞാൻ അതിനെ ചെയ്തത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുള്ള വളരെ വിപ്ലവകരമായ ഒരു ചുവടുവെപ്പാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇന്റർസെക്സ് ആയിട്ടുള്ള കുട്ടികളെ താരാട്ട് പാട്ടി ഉറക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ലോകത്ത്, എവിടെയും ഞാൻ കേട്ടിട്ടില്ല. നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അടുത്തല്ല, സുഹൃത്തുക്കളൊക്കെ പറയും. ഇപ്പം ഓലത്തുമ്പത്തിരുന്ന് ഉയ്യാലാടും ചെല്ലപ്പൈങ്കിളിയിൽ പറയുന്നത് എന്താ, അച്ഛനെ പോലെ ആകണം, അമ്മയുടെ അമ്മിഞ്ഞപ്പാലിൻ്റെ ആ ഒരു മഹത്വം നീ കാണിക്കണം, നീ ഇന്നതായി മാറണം എന്നൊക്കെയാണ്. പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നും പറയുന്നില്ല. എൻ്റെ ഏറ്റവും അടുത്ത പല ഇന്റർസെക്സ് സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പത്തില് മിശ്രലിംഗത്തോടു കൂടി ജനിച്ചിട്ട് പോലും അവരോട് അമ്മമാര് പറഞ്ഞിട്ടുണ്ട് അത്ര, ഒന്നുകിൽ ആണോ പെണ്ണോ ആകണം. വേദന കൊണ്ട് അമ്മമാര്, കാരണം അല്ലാതെ ജീവിച്ചാൽ കുടുംബത്തിനോ സമൂഹത്തിനോ വിലയില്ലാതെ നാട്ടുകാർ തല്ലിക്കൊല്ലും. അതുകൊണ്ട് ഒന്നുകിൽ ആണാകാനോ പെണ്ണാകാനോ അവരെ പ്രേരിപ്പിച്ചിട്ടുള്ള, നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ച് സ്ത്രീകൾക്കൊപ്പം, അതായത് ഭാര്യയ്ക്കൊപ്പം ജീവിക്കാൻ ഇൻസ്റ്റിഗേഷൻ, ഞാൻ പറയുന്നത് ഇൻസ്റ്റിഗേറ്റ് ചെയ്ത അമ്മമാരുണ്ട്. അത്തരം അമ്മമാരുടെയൊക്കെ വേദനകൾ ഉൾക്കൊണ്ടാണ് ഞാൻ ആ പാട്ട് എഴുതിയത്. ജെൻഡറിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, സെക്സ് ഐഡൻറ്റിറ്റി ലിംഗാധിഷ്ഠിതമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഇന്റർസെക്സ് കൂടെ ഉണ്ട്. അത്തരം മനുഷ്യരെ, അത്തരം കുട്ടികളെ നമ്മൾ അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ട് വിദ്യാഭ്യാസം പോലും പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്നവരുണ്ട്, സൂയിസൈഡ് ചെയ്യുന്നവരുണ്ട്. കൃത്യമായി സർജറികൾ വേണോ വേണ്ടേ എന്നുള്ളൊക്കെ ഇപ്പോൾ ചർച്ച നടക്കുന്നു. ഹൈക്കോടതികൾ പലതരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. എന്തൊക്കെയാണെങ്കിലും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ധൈര്യത്തോടെ ആർജവത്തോടെ വളർത്താനുള്ള ഒരു സാധ്യത തുറന്നു വെക്കാൻ കൂടിയാണ് ആ പാട്ട്. മകനല്ല മകളല്ല മാരിവില്ലേ, മാറോട് ചേർക്കുന്നു ഞാൻ നിന്നെ, നൽകുന്നു നിറുകയിലൊരുമ്മ, ജന്മസാഫല്യത്തിൻ 100 ഉമ്മ, തളരല്ലേ തഴക്കെട്ടെ നിന്റെ ജന്മം, താങ്ങായി മാറട്ടെ ശാപമല്ല പാപമല്ല ഓമനെ നീ എൻ്റെ ജീവിതത്തിൽ വന്നുദിച്ച ഭാഗ്യതാര. എൻ്റെ അമ്മ പറയുന്ന പണ്ട് കേട്ടിട്ടുണ്ട്. ബിബ്ലിക്കലായിട്ട്, അമ്മ മാത്രമല്ല ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ട്, ബിബ്ലിക്കലായിട്ട് പറയുന്നുണ്ട് അത്രേ, ഇങ്ങനെ കൃത്യമായ ആണോ പെണ്ണോ അല്ലാതെ ജനിക്കുന്ന കുട്ടികളുടെ പാരൻസ് മുൻ ജന്മങ്ങളിൽ പാപം ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ കുട്ടികളുണ്ടായെന്ന്. അപ്പോൾ ആ വരിയിൽ പറയുന്നുണ്ട്, പാപമല്ല ശാപമല്ല ഓമനെ നീ എൻ്റെ ജീവിതത്തിൽ വന്നുദിച്ച ഭാഗ്യതാരം എന്നൊരമ്മയ്ക്ക് പാടാൻ സാധിച്ചാൽ അത് വിപ്ലവം എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ ആ അന്തസ്സത്ത അത് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ കുട്ടികളത് പാടുന്ന കേൾക്കാം, അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്ന കാണാം. ഐ ഫീൽ ഹാപ്പി ആൻഡ് പ്രൗഡ് അബൌട്ട് ഇറ്റ്. ഒരുപാട് പേര് വിദ്യാഭ്യാസം നേടുകയും മുന്നോട്ട് വരികയും തൊഴിലെടുക്കാൻ, അവരുടെ ഇഷ്ടമുള്ള തൊഴിലുകൾ എടുക്കാൻ തയ്യാറായി വരികയും അതിലൊക്കെ നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അവരുടെ ആ ഒരു തൊഴിലിടത്തിലെ സാഹചര്യം, പൊതു ഇടത്തിലെ സാഹചര്യം ഇപ്പോഴെങ്ങനെയാണ്? അത് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യ മുഴുവനുമാണ്. ഞാൻ കാരണം ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളായതുകൊണ്ട് ഇന്ത്യയിൽ മുഴുവനും കാണുന്ന ഒരു കാഴ്ചയെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. സമൂഹത്തിൻ്റെ ഇതിനൊരു ഒറ്റ ഉത്തരം ഞാൻ പറയാം. ഈ പ്രോഗ്രാംസിനൊക്കെ പോയിട്ട് നമ്മളെ 2000-3000 ഒക്കെ കിട്ടുന്ന, അതുപോലും കിട്ടാറില്ല ചിലയിടത്ത്. 5 പറഞ്ഞാൽ പറയും വേറെ ആളെ വിളിക്കാന്ന് പറയുന്ന ആൾക്കാരാണ്. ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ ചില ആളുകളുടെ ഒരു കാഴ്ചപ്പാടുണ്ട് നമ്മളോട്, അതായത് ട്രാൻസ്ജെൻഡർ ആണ്, അതുകൊണ്ട് പൈസ കൊടുക്കണ്ട, മറ്റു പല കാര്യങ്ങൾക്കും അവരതിൽ സംതൃപ്തരാകും എന്ന് സങ്കല്പിക്കുന്ന മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ, ഇപ്പോഴും ഉണ്ട്. എല്ലാവരും അല്ല, കുറെ ആളുകൾക്ക് മാറി. ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി അവരുടെ ഒരു അനുഭവം പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അവർക്കൊരു അവാർഡ് കിട്ടിയത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ
ചേട്ടനെ ഇന്നലെ ആലുവ പാലത്തിന്റെ അടിയിൽ കണ്ടല്ലോ. ഒരു കമന്റാണ്, ഞാൻ കാണാറുണ്ട് അത്ര കമന്റ്. ആലുവ പാലത്തിന്റെ അടിയിൽ കണ്ടല്ലോ. അപ്പൊ ഇത് ഇട്ടവൻ എന്തിനാണ് അവിടെ പോയത്? ഈ കമന്റ് ഇട്ടവൻ എന്തിനാണ് അവിടെ പോയത്? പാലത്തിന്റെ ഭംഗിയല്ല, പാലത്തിന്റെ എഞ്ചിനീയറിംഗ് മികവ് ആസ്വദിക്കാൻ പോയതാണ് രാത്രിയിൽ. അവനവിടെ പോകുന്നുണ്ട്. അപ്പൊ ഇത് ഒരു വിഭാഗത്തെ എല്ലാ കാലത്തും റിസീവിങ് എൻഡിൽ വെച്ചുകൊണ്ട്, സബ്മിസീവ് എൻഡിൽ വെച്ചുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു വിഭാഗം കുത്തകകളുടെ ആവശ്യകതയായിട്ടാണ് ഞാൻ മനസ്സിലായത്. അത് എഗെയിൻ ഒരു കോൺസെൻട്രേഷൻ ഓഫ് പവറിനെ പറ്റിയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളെല്ലാം അങ്ങനെയാണ്, നിങ്ങൾ അത് ചെയ്താൽ മതി. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്തിനീ പണിക്ക് വരുന്നു? നിങ്ങൾ പച്ചയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനുണ്ട്, എന്താണ് ഈ മനുഷ്യർ മാറാത്തത്? ഇനി വേറെ ഉണ്ട്, അവര് സെക്സ് വർക്കേഴ്സ് ആണ്. ചോദിക്കട്ടെ, ഈ പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ വീട്ടിൽ ഒരു ചെറിയ ജോലിക്ക് ഒരു ട്രാൻസ്ജെൻഡറിനെ വിളിച്ചു കൊടുക്കുമോ? എന്നോട് ചില സ്ത്രീകൾ പറയാറുണ്ട്, വെളുത്തു, ഇവിടം വരെ വെളുത്തു, തടിച്ചു, കറുത്തു, ക്ഷീണിച്ചു, മെലിഞ്ഞു, വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തെങ്കിലും കഴിച്ചോ മല്ലിക, മല്ലികയ്ക്ക് ഭക്ഷണം വേണോ എന്ന് ചോദിച്ചിട്ടുള്ള സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല. ഫേസ്ബുക്കിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വന്ന്. ഇപ്പോൾ ആതിര കൊട്ടാരത്തിൽ, അവരിപ്പോൾ ക്യാൻസർ സർവൈവറാണ്. അതുപോലെ ഒരു പ്രവീൺ എന്ന് പറഞ്ഞൊരു ചേട്ടൻ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആലുവയിൽ അയാൾക്കൊരു ആഗ്രഹമായിരുന്നു വിജയരാജ മല്ലികയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം എന്ന്. അന്ന് എനിക്ക് ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത്, ഞാൻ മറന്നിട്ടില്ല അത്. ഇന്ന് വേറെ ചില ആൾക്കാരുണ്ട്, ജോലി തരാം പക്ഷെ വേറെ പല കാര്യങ്ങൾക്കും സഹകരിക്കണം എന്ന് ചോദിക്കുന്നവരുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചൊരാളെ തല്ലിയിട്ടുണ്ട്. എനിക്ക് ആ തല്ലിയിൽ ഒരിക്കലും റിഗ്രറ്റ് തോന്നിയിട്ടില്ല. ഇനിയും തല്ലും. അതന്നെയാണ് ചെയ്യേണ്ടത്. തല്ലേണ്ടി വന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ലൈംഗിക തൊഴിലാളികൾ മാത്രമായി കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എനിക്ക് ഒരു ജോലി ചെയ്യണം എന്ന് പറയുന്നവരോട് നിങ്ങളത് ചെയ്യണ്ട, നിങ്ങളിത് ചെയ്താൽ മതി എന്ന് ആവർത്തിച്ച് പറയുന്ന സമൂഹത്തിനോട് പോരാടുകയല്ലാതെ ഒരു നിവൃത്തിയില്ല. ഒരു ചൂഷണം, എനിക്കിഷ്ടമല്ലാത്തൊരു തൊഴിൽ എന്നെ കൊണ്ട് ഒരാൾ ചെയ്യിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഉണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം മുന്നോട്ട് പോകാം. പക്ഷേ ചോദ്യം അതൊന്നുമല്ല. ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കേരളത്തിൽ എത്ര കേസ് എടുത്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതെ, തൃശ്ശൂർ ഒരു വിഷയം ഉണ്ടായി, ഒരു 8-9 മാസം മുമ്പ്. അവിടെ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി, നമ്മുടെ ഒരു സുഹൃത്താണ്, ട്രാൻസ് വുമൺ, അവർ റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഫാമിലി അവരെ കണ്ട് പരിഹസിക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തി പോയിട്ട് ചോദിച്ചു, എന്നെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ പരിഹസിക്കുന്നതെന്ന് വളരെ ബോൾഡായിട്ട് ചോദിച്ചത്. അവിടെ നിന്നിരുന്ന് ഒരു സിസ്ജെൻഡർ വോട്ടവബി ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ടില്ല. അയാൾ വന്നിട്ട് ട്രാൻസ് വുമണെ തല്ലി നിലത്തിട്ടപ്പോൾ ഇവർ മെഡിക്കൽ കോളേജിൽ, അതായത് പോലീസിന്റെ സഹായത്തോടെ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി ഒരു സർട്ടിഫിക്കറ്റ്, ഒബ്വിയസ്ലി അടി കിട്ടിയതിൻ്റെ അത് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ പോലീസുകാരും പറയാണ്, നിങ്ങളുടെ കേസ് ഇവിടെ എടുക്കില്ല എന്ന്. എൻ്റെ അധികാരത്തിൽ സർ ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് വന്നത്, എടുക്കില്ല, കേസ് എടുക്കില്ല, വേണേൽ കോംപ്രമൈസ് ചെയ്യാം. എത്ര സ്ഥലത്ത് അങ്ങനത്തെ കോംപ്രമൈസിങ് പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. ഈ സർക്കാർ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ട്രാൻസ്ജെൻഡർ പോളിസി ഗുണകരമാവുന്നുണ്ടോ? അത് ഗുണകരമാകുന്നുണ്ട്. പക്ഷെ അത് നമുക്കൊരു പ്രത്യക്ഷത്തിൽ ഒരു പക്ഷേ ഗുണകരമാകണമെന്ന് തോന്നണമെന്നില്ല. പക്ഷെ അത് ഘട്ടഘട്ടമായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ പറയട്ടെ, എത്രയൊക്കെ സർക്കാർ മാറിയാലും, എത്രയൊക്കെ ഭരണകൂടം മാറിയാലും, എന്തൊക്കെ പോളിസികൾ വന്നാലും ആളുകളുടെ കാഴ്ചപ്പാട് മാറാതെ ഒരു രക്ഷയില്ല. ഇപ്പൊ സർക്കാരിനെ സഹായിക്കാൻ ചില പൊളിറ്റിക്കൽ പാർട്ടീസ് മുന്നോട്ട് വരുന്നു, ചില NGOs മുന്നോട്ട് വരുന്നു. അപ്പോഴും ഒരു ട്രാൻസ്ജെൻഡർ അധ്യാപികയെ പറ്റി ചിന്തിക്കാൻ കഴിയുന്നില്ല ആളുകൾക്ക്. ഒരു ട്രാൻസ്ജെൻഡർ പോലീസ് ഓഫീസറിനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒരു ട്രാൻസ്ജെൻഡർ ഡോക്ടറിനെ പറ്റി, ഡോക്ടറുണ്ട്, ഡോക്ടർ പ്രിയ ഉണ്ട്. ഡോക്ടർ പ്രിയ ആയുർവേദത്തിലെ ഡോക്ടറാണ്. എപ്പോഴും ചിന്തിക്കാൻ പറ്റുന്ന ലൈംഗിക തൊഴിലാളികളായിട്ട് മാത്രമാണ്. അത് മാത്രമാകണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നം സമൂഹത്തിനുണ്ട്. തീർച്ചയായിട്ടും അത് തിരിച്ചറിയണം. അതിൽ പഠനങ്ങൾ വരണം. ഒരു ഉന്നത ഏജൻസി ചോദിച്ചു അത്രേ ചില ആക്ടിവിസ്റ്റുകളുടെ അടുത്ത്, ജോലി തന്നാൽ നിങ്ങൾ നിൽക്കുമോ, നിങ്ങൾ എത്ര കാലം പിടിച്ചു നിൽക്കും? എന്തുകൊണ്ടാണ് നിൽക്കാത്തത്? ശമ്പളം ഉണ്ടോ? എറണാകുളം പോലെ ഒരു ജില്ലയ്ക്കകത്ത് 1000 രൂപയെങ്കിലും വേണം നമുക്ക് പട്ടിണി കിടക്കാൻ, ഭക്ഷണം കഴിക്കാതെ കിടക്കാൻ. ഇൻക്ലൂസീവായിട്ടുള്ള സ്പേസ് ഉണ്ടോ?
മൂത്രം ഒഴിക്കാൻ എവിടെ പോകും? ആണുങ്ങളുടെ ടോയ്ലറ്റിൽ പോവോ, പെണ്ണുങ്ങളുടെ ടോയ്ലറ്റിൽ പോവോ? ചിലർ പറയും നമുക്കിപ്പോൾ ഏതായാലും കുഴപ്പമില്ല. പക്ഷേ ഒരു ഇൻക്ലൂസീവ് ടോയ്ലറ്റ് സിസ്റ്റം, ഞാൻ പറയുന്നത് യൂണിസെക്സ് ടോയ്ലറ്റ് എല്ലായിടത്തും അങ്ങനെയല്ല പറയുന്നത്. കാരണം ആദ്യം ഒരു പൊതു ടോയ്ലറ്റ് ഉണ്ടായിടത്തു നിന്ന് സ്ത്രീകൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു സെഗ്രിഗേഷൻ ഉണ്ടായതിൻ്റെ റീസൺ നമുക്കറിയാം, അത് ചരിത്രമാണ്. അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റ് കൂടി, ഒരു ട്രാൻസ്ജെൻഡർ ടോയ്ലറ്റ് എന്നോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ബോർഡുകളില്ലാത്ത ഒരു ടോയ്ലറ്റ് കൂടി എന്തുകൊണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് വെക്കാൻ പറ്റുന്നില്ല? ഞാൻ ചലച്ചിത്ര അക്കാദമി ഇപ്പം ഞെട്ടി, അവിടെ ഉണ്ട് ഒരു ട്രാൻസ്ജെൻഡർ ടോയ്ലറ്റ്. ഞാൻ പഠിച്ച രാജഗിരി കോളേജിലും, ഞാൻ MSW ചെയ്ത രാജഗിരി കോളേജിലും ഒരു ട്രാൻസ്ജെൻഡർ ടോയ്ലറ്റ് ഉണ്ട്. അത് ട്രാൻസ്ജെൻഡർ എന്ന് എഴുതണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എഴുതണോ എന്നുള്ളതല്ല ചോദ്യം, മറിച്ച് ഇത് രണ്ടിലും പോകാൻ കഴിയാത്ത മനുഷ്യരുണ്ട്. കാരണം ശസ്ത്രക്രിയ ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷൻ നടത്തിയാൽ നിങ്ങൾക്ക് ട്രാൻസ് വുമൺ ആയിട്ട് അടയാളപ്പെടുത്താം, നിങ്ങൾക്ക് സ്ത്രീ ആയിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ സ്ത്രീയാണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾക്കുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് സാരി ഉടുത്തിട്ടുള്ള ഒരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള ഒരാൾ, പീനസ് ഉള്ള ഒരാൾ ഒരു ആൺ ടോയ്ലറ്റിലേക്ക് എങ്ങനെ പോയിട്ട് ഒഴിക്കും? അവർക്ക് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകും. ടോയ്ലറ്റിൽ പോകുന്ന, ഇതിപ്പം പുരുഷന്റെ ടോയ്ലറ്റ് പോട്ടെ, ഒരു സ്ത്രീയുടെ ടോയ്ലറ്റിലാണ് പോയെന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കൂ. സ്ത്രീവേഷം ധരിച്ച അല്ലെങ്കിൽ സ്ത്രീവേഷം കെട്ടിയ പുരുഷൻ ആൾമാറാട്ടം നടത്തിയെന്നേ കേസ് വരുള്ളൂ. ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി കാർഡ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ പിന്നീടാണ്. നമുക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുമ്പോഴേ നമ്മൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് ഉള്ള, അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ആണെന്നോ ട്രാൻസ് മെൻ ആണെന്നുള്ള ഒരു ഐഡന്റിറ്റി കാർഡ് കാണിക്കാൻ നമുക്ക് പറ്റുമോ? അതുവരെ ഇത് താങ്ങി നിർത്താൻ നമുക്ക് പറ്റുമോ? ഇല്ല. എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നൊരു ട്രാൻസ്ജെൻഡർ ലേബിൾ ഒട്ടിച്ച് വെക്കുന്നതിൽ കാര്യമില്ല. മറിച്ച് ആ വ്യക്തിക്ക് അവിടെ പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാനും കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു നിരന്തര സാഹചര്യം വേണം. ഇപ്പോൾ ഈ ഇടയ്ക്ക് തമിഴ്നാട്ടിലുള്ള ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞത്, അവരുടെ കോളേജിൽ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ഒരു പ്രൊഫസർ ലെക്ചർ ജോയിൻ ചെയ്തു. പക്ഷെ അവരെ പഴയ പേര് തോണ്ടിയെടുത്ത് വിളിക്കുക, അവരെ എടാ പോടാന്ന് വിളിക്കുക, അവരെ കളിയാക്കുക, അവരോട് സെക്സ് വർക്ക് ചെയ്തോട്ടെ എന്ന് ചോദിക്കുക. അടുത്തൊരു സുഹൃത്താണ് അത് പറയണേ കേട്ടോ. അവസാനം അവർ ജോലി നിർത്തിപ്പോയി. പിന്നെ നൈറ്റ് ഷിഫ്റ്റിന് വരുന്ന ആൾക്കാരുടെ അടുത്ത് പൊതുവിലൊരു കാഴ്ചപ്പാട്, ട്രാൻസ്ജെൻഡർ കൂടിയാണെങ്കിൽ പറയണ്ട, കാഴ്ചപ്പാട് വേറെയാണ്. എന്ത് ലേറ്റായേ, എവിടെ പോയിന്ന്? ഇത് മാറണം. എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. ഒരു പ്രശസ്തയായിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടി, ഒരു കമന്റാണ് ഒരാൾ ഇട്ടിരിക്കുന്നത്, അണ്ടിയുള്ള താത്ത. ഇവരിത് നോക്കി നടക്കുകയാണോ? ഒരു പണിയില്ല. ഞാൻ ഇത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോടും എനിക്ക് പറയാനുള്ളത്, യുവാക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക തൊഴിൽ സംവിധാനങ്ങൾ, പദ്ധതികൾ നടപ്പിലാക്കണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം, സനിത നാളെ എൻ്റെ കൂടെ ഒരു ഫോട്ടോ ഇടും. സനിത നിന്ന് തിരിയുമ്പോഴേക്കും കാണാം അതിൻ്റെ അടിയിൽ ഒരു 1000കണക്കിന് കമൻറ്റുകൾ. ഇത് മുഴുവനും ആരാണ്? ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്? അവരെന്തുകൊണ്ട് ചെയ്യുന്നു? വേറെ പണിയില്ലാത്തതുകൊണ്ടാണ്, വേറെ ജോലി ഇല്ലാത്തത് കൊണ്ടാണ് എങ്കിൽ ഒരു നല്ലൊരു തൊഴിൽ സംരംഭം, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങട്ടെ. അവര് ഇത് നോക്കിയിരിക്കുകയാണോ? പണി കെലുങ്ങുന്നുണ്ടോ? ഞാനിതിപ്പോൾ ആൾക്കാരിപ്പം മല്ലിക ഇത്ര ഓപ്പൺ ആയിട്ട് പറയുന്നു, ഇതൊക്കെ ഞാൻ എഴുതി വെച്ചതാ, ഇതൊക്കെ എൻ്റെ പുസ്തകത്തിൽ തുറന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അവിടെ ഞാൻ പറഞ്ഞത്, എഡിറ്ററുടെ ഒരു കത്തി അവിടെ വിടാൻ ഞാൻ നിങ്ങളെ പറ്റി എഴുതും നാളെ, പബ്ലിക്കായിട്ട് ഞാൻ എഴുതും. അതുകൊണ്ട് ഒരു കട്ടിങ്ങും ഇല്ല, ഒരു എഡിറ്റിങ്ങും ഇല്ല. ഇത് യാഥാർത്ഥ്യമാണ്. ശീതള്, രഞ്ജു രഞ്ജിമാർ, പത്മലക്ഷ്മി, ഇവരൊക്കെ അതേപോലെ തന്നെ ഡോക്ടർ പ്രിയ, ഇവരൊക്കെ ശരിക്കും പഠിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ കണ്ടെത്തുകയും അതിൽ തൊഴിൽ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നവരാണല്ലോ. ഇവരുടെ ഒക്കെ തന്നെ FBയിൽ അവരെന്തെങ്കിലും പഴയ പേര് അതായിരുന്നില്ലേ, എന്തിനു അന്വേഷിച്ചു പോണം? അവരൊക്കെ എത്രയോ അവരുടെ തൊഴിലിടത്തില് വളരെ നല്ല രീതിയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്, അത് ഏതെല്ലാം തരത്തിലുള്ള അവഹേളനങ്ങൾ കേട്ടിട്ടാണ് ഒരു ദിവസം തീരുന്നത്. മലയാളിയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താ നിങ്ങൾക്കറിയോ? അത് വലിയൊരു മികവായിട്ട് മലയാളി കാണുന്നുണ്ട്. ഒരാളോട് റെസ്പെക്റ്റോ ബഹുമാനമോ ഒന്നും ഇല്ലാത്തൊരു വിഭാഗം മലയാളികൾ മാത്രമേ ഉള്ളൂ. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നോർത്തിലൊക്കെ പോകുമ്പോൾ ട്രാൻസ്ജെൻഡർ എന്നുള്ള മാറ്റി നിർത്തൂ, എന്ത് റെസ്പെക്റ്റോടെയാണ് മനുഷ്യരെ നമ്മളോട് ഇടപെടുക. പോയറ്റാണ്, സോഷ്യൽ വർക്കറാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കസേരയുണ്ട്, നമ്മളെ പിടിച്ചിരുത്തും. ഇവർ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞാൽ പോലും
ആദ്യകാലത്തൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായിട്ട് ചില സ്ത്രീകൾ വന്നിട്ട് 5 രൂപ തന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നു, അതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ രസകരമായിട്ട് ഞാനിപ്പോ കാണും. മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ആദ്യ ട്രാൻസ്ജെൻഡർ Transgender, സിസ്റ്റർ എന്ന് കൂടെ Lyric sister. പറയണം അതെ, അല്ലെ? അതെ, അതെ. സിദ്ധാർത്ഥ് ശിവയുടെ ആണ് എന്ന സിനിമ, മഞ്ജരിയുടെ മ്യൂസിക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ആദ്യം സിദ്ധാർത്ഥ് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാണ് ഫേസ്ബുക്കിൽ, വിജയരാജ മല്ലിക എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ട്. അപ്പം ഞാൻ കരുതി വല്ല ഫേക്ക് ഐ ഡി എന്നായിരിക്കും. ഞാൻ ഫോൺ നമ്പറൊക്കെ കൊടുത്തു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് സിദ്ധാർത്ഥ് വിളിക്കുകയാണ് എന്നെ, ഞാനൊരു സിനിമ എടുക്കുന്നുണ്ട്, അതിൽ മല്ലികയുടെ ഒരു പാട്ട് വേണം. അപ്പോഴും എനിക്ക് വിശ്വാസമായിട്ടില്ല. അപ്പം ഞാൻ ശരി സിദ്ധാർത്ഥ്, ഇങ്ങനെ സിദ്ധാർത്ഥിന് മുന്നേ അറിയാം ഇന്നതാണ് ഒരു സാഹചര്യം, ആ സാഹചര്യത്തിനനുസരിച്ച് ഒരു പാട്ട് എഴുതിയിട്ട് ഇപ്പം കുറേ വരികൾ എഴുതി, അതൊന്നും ശരിയാവുന്നില്ല, കുറേ എഴുതിയത്. ഇപ്പം പിന്നെ എഴുതിയ ഒരു വരി, ഒരു 8-10 വരി സിദ്ധാർത്ഥിന് അയച്ചു കൊടുക്കുമ്പോൾ സിദ്ധാർത്ഥ് പറയാണ്, മല്ലിക യു ആർ ലക്കി. എന്ത് പറ്റി? അത് മഞ്ജരി മ്യൂസിക് ചെയ്തതും നിങ്ങളുടെ ഈ വരികളും ഒരേ മീറ്ററിലാണെന്ന്. അങ്ങനെ മഞ്ജരിയുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് കാക്കനാട്. അപ്പോഴും എനിക്ക് വിശ്വാസമില്ല, എന്നെ ആരോ പ്രാങ്ക് ചെയ്യാണ്. എന്നെയും സിദ്ധാർത്ഥ് കണ്ടു. ലോകത്തിൽ അങ്ങനെ പലരും എന്നെ അങ്ങനെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അടങ്ങുന്ന മനുഷ്യരെ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് മഞ്ജരിയും ഞാനും കൂടി അവരുടെ ഫ്ലാറ്റിലിരുന്ന് ചിട്ടപ്പെടുത്തി. ആ സിനിമ എനിക്ക് തോന്നുന്നു ആണ് എന്നുള്ള പേരിലാണ് അത് വന്നത്. സജിത ചേച്ചിയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു. ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്. കാരണം പലയിടത്തും നമ്മൾ ചെല്ലുമ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിൽ, അതായത് അങ്ങനെയല്ല, ചിലർ ചോദിക്കും ഇങ്ങനെ ട്രാൻസ് ആണെന്നും നിങ്ങൾ ട്രാൻസ് ആണെന്നും നിങ്ങളെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നും അവർക്ക് വരുത്തി തീർക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള മനുഷ്യരുണ്ട്. അതായത് സർജറിയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, ഇത്രയും പ്രയാസപ്പെട്ട് നിങ്ങൾ കടന്നു വന്നല്ലോ, നിങ്ങൾ വേദനിക്കുന്നു, ഞങ്ങളൊക്കെ ഒപ്പം ഉണ്ടിട്ടെന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്ന ആൾക്കാരെ അറിയാം. ഇവിടെ അത്തരത്തിൽ ഒരു പ്രശ്നം, ഇത് പ്രശ്നം എന്ന് ഞാൻ പറയുള്ളൂ, അത്തരത്തിലുള്ള ഐക്യനാട്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ചെന്നു, എൻ്റെ പണിയെടുത്തു, പൂജയ്ക്ക് പോയി, പൂജ പ്രോസസ്സ് അത് ഫസ്റ്റ് ടേക്ക് കണ്ടു. എല്ലാവരുമായിട്ടും വളരെ ജോവിയൽ, എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. പക്ഷെ അതിനുശേഷം പിന്നെ മലയാള സിനിമ പാട്ട് എഴുതാൻ വിളിച്ചില്ല. പിന്നെ വിളിച്ചത് ചലച്ചിത്ര അക്കാദമിയിലേക്കാണ് വിളിച്ചത്. ഓർമ്മയിൽ രാഗിണി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഞാൻ തീർച്ചയായിട്ടും ചെയ്തു വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് കൂടാതെ അവരുടെ പിന്നെ ഓർമ്മയ്ക്കായിട്ട് ചിത്ര പ്രദർശനമൊക്കെ നടത്താറുണ്ട്. അവരോടുള്ളൊരു ഇഷ്ടം എന്തായിരുന്നു? ഇത് ഞാൻ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം എവിടെ പോയാലും അത് ഇന്റർവ്യൂ തന്നെ ആകണം എന്നില്ല, ആളുകൾ ചോദിക്കുന്നത് എൻ്റെ ഉള്ളിൽ തന്നെ ആയിരക്കണക്കിന് തവണ വരുന്നവര്, ഞാൻ മനസ്സിലാക്കുന്നത് പോരാടി ജീവിച്ച ഒരു സ്ത്രീയാണ് രാഗിണി. ഫസ്റ്റ് ഓഫ് ഓൾ. 2, അവരുടെ ഉള്ളിലൊരു അസുഖമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതൊരാളെ അറിയിക്കാതെ സിനിമയിൽ പല ഭാഷകളിൽ, ഇന്ത്യക്ക് പുറത്ത് വരെ അവരുടെ സിനിമകൾ വന്നിട്ടുണ്ട്. സിംഹളയിൽ അവർ അഭിനയിച്ച സിനിമകൾ, അവർ കൊറിയോഗ്രാഫറായിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. റഷ്യൻ ലാംഗ്വേജസിൽ അവരെ പടം ഡബ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരു ആർജവം, ജീവിക്കാനുള്ളൊരു കൊതി. 1937 മുതൽ 1976 വരെ 39 വർഷമാണ് രാഖിയമ്മ ആകെ കൂടി ജീവിച്ചിട്ടുള്ളത്. അറിയാത്ത ഭാഷകളില്ല, എത്തിപ്പെടാത്ത സിനിമയുടെ തലങ്ങളില്ല. ഒരു നർത്തകിയായിട്ട് ആരംഭിച്ചു 48 മന്ത്രികുമാരിയിൽ, അതിനുശേഷം ദേവമനോഹരി, അങ്ങനെ 62 വരെ, അത് 57 ഷൂട്ടിംഗ് കഴിഞ്ഞ പടം, 62 സെന്റ് താമരയിൽ വരെ അവർ ഒരുമിച്ച് അഭിനയിക്കുന്നു. പിന്നീട് രാഗിണിയും പത്മിനിയും അഭിനയിക്കുന്നു, രാഗിണി മാത്രം അഭിനയിക്കുന്നു. മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ എന്ന ലേഡി സൂപ്പർ സ്റ്റാർ ഷീല ആകുന്നതിന് മുമ്പ് മിസ് കുമാരി ഉണ്ടായിരുന്നു. മിസ് കുമാരി ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് രാഖിയമ്മയ്ക്ക് ഈ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സംഗീത നാടക അക്കാദമിയാണ് അന്ന് അവാർഡുകൾ. അതൊക്കെ 2 തവണയും മറ്റോ കണ്ടിന്യൂസ് ആയിട്ട് വിയർപ്പിന്റെ വില, നായര് പിടിച്ച പുലിവാല തുടങ്ങിയ സിനിമകൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ അപ്പുറത്തേക്ക് രാഖിയമ്മ എനിക്ക് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല. അതെൻ്റെ ഹൃദയം എന്നോട് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ രാഖിയമ്മയിലൂടെയാണ് ഞാൻ സിനിമയിൽ എത്തിയതെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാം. എനിക്ക് എന്നെ സിനിമ എന്നൊരു ലോകം, അല്ലെങ്കിൽ അങ്ങനെ അത് ഒരു സാങ്കല്പിക ഗ്ലാമർ ലോകമാണല്ലോ എപ്പോഴും, അതിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ചത് രാഖിയമ്മയാണ്. ഞാൻ രാഖിയമ്മ എന്നാണ് വിളിക്കുക. രാഖിയമ്മയുടെ മക്കൾ മഹാലക്ഷ്മി ആകട്ടെ, പ്രിയ ചേച്ചി ആകട്ടെ, 2 പേരും ചേച്ചിമാരാണ്. പക്ഷെ പ്രിയ ചേച്ചിയെ കാണുമ്പോൾ എനിക്ക് കൂടുതൽ രാഖിയമ്മയെ ഓർമ്മ വരും. രാഖിയമ്മയുടെ ഏറ്റവും ചെറുപ്പം മുതലുള്ള ഫോട്ടോഗ്രാഫ്സ്, അവരുടെ പല സുഹൃത്തുക്കൾ, അവരുടെ ക്ലാസ്മേറ്റ്സ്, അവരെ തേടി വന്ന വിദേശികൾ, അവർ പോയ യാത്രകൾ, അതിൻ്റെ പഴയ പത്രക്കുറിപ്പുകൾ, അതൊക്കെ, അതായത് എനിക്കൊന്ന് ഐ ട്രാവൽഡ് ഓൾമോസ്റ്റ് ഹോൾ ഓഫ് ഇന്ത്യ. ഈ ചണ്ഡിഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് രാഖിയമ്മ നമ്മുടെ
കോഫി ബോർഡിൻ്റെ അംബാസഡർ ആയിരിക്കുന്ന സമയത്ത് അവിടെ മറ്റേ കോഫി പ്രൊമോഷന് വേണ്ടിയിട്ട് കോഫി കുടിക്കുന്ന ഒരു ഫോട്ടോ ഇരിപ്പുണ്ട് ചണ്ഡീഗഡിലെ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ. അപ്പോൾ ഇവിടുന്ന് പല സുഹൃത്തുക്കളും പോകുമ്പോൾ അവരെ കൊണ്ട് ഞാൻ ഫോട്ടോ എടുപ്പിച്ച് വരാറുണ്ട്, അവരെ ഫോട്ടോ എടുത്ത് കൊണ്ടുവരാറുണ്ട്. എൻ്റെ പഴയ സിനിമകൾ രാഖിയമ്മയുടെ ഒരുപാട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രോഗ്രാമിൽ ലല്ലക്കൻ്റെ മകൾ, അതായത് കൃഷ്ണയുടെ അമ്മ, നടൻ കൃഷ്ണയുടെ അമ്മ ലക്ഷ്മി ആൻറ്റി വന്നത് ഇനോഗ്രേറ്റ് ചെയ്തു. പിന്നെ തുടർച്ചയായിട്ട് പല പരിപാടികൾക്കും പലരും വന്ന് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ സന്തോഷം തോന്നിയത് ലളിത പത്മിനിമാർ രണ്ടുപേരും പഠിച്ച മഹിളാ മന്ദിരം സ്കൂളുണ്ട് ട്രിവാൻഡ്രത്ത്. അവിടെ വെച്ച് ഒരു 3 ദിവസത്തെ പ്രോഗ്രാം നടത്താൻ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം രാഗിണിയമ്മയും സുകുമാരിയമ്മയും പഠിച്ച സ്കൂള് വായനശാല സ്കൂള്, അതിപ്പോൾ ലൈബ്രറിയാണ്, കുട്ടികളുടെ അംഗനവാടി പോലെ, അവിടെയും ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതെൻ്റെ വളരെ ആത്മീയമായ, വളരെ പേഴ്സണൽ ആയിട്ടുള്ള, വ്യക്തിപരമായിട്ടുള്ള ഒരു സന്തോഷമാണ് രാഖിയമ്മ. ജീവിക്കാൻ പോലും കൃത്യമായ ഒരു സാഹചര്യം ഇല്ലാത്ത സമൂഹത്തിനുള്ളിൽ നിന്നാണ് താങ്കൾ പ്രണയിക്കുന്നതും വിവാഹിതയാവുന്നതും വളരെ സന്തോഷത്തിൽ ജീവിക്കുന്നതും. നമ്മളല്ലേ നമ്മുടെ ഇഷ്ടങ്ങൾ കണ്ടെത്തേണ്ടതും നമ്മുടെ സാഹചര്യങ്ങൾ ഉണ്ടാക്കേണ്ടതും ഞാൻ മനസ്സിലാക്കുന്നു. അവസാന ശ്വാസം വരെ ജീവിക്കാനുള്ള ആർജവം എനിക്കുണ്ട്. അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ഏതൊക്കെ അവസരങ്ങൾ ഇല്ലാതെയാക്കിയാലും, ജാഷിമിനെ കല്യാണം കഴിച്ചതല്ല, അവരെന്തോ വേറെന്തോ വേറെന്തോ ഒരു വിഭാഗമാണ്, ലൈംഗിക തൊഴിലിന് വേണ്ടി സാരി ഉടുപ്പിച്ച് മണ്ണുത്തി പാലത്തിൻ്റെ അടിയിൽ കൊണ്ട് നിർത്തും എന്നൊക്കെ പറഞ്ഞ് പരത്തിയ ആൾക്കാരെ എനിക്കറിയാം. അവരുടെയൊക്കെ മുന്നിൽ കൂടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ് വാങ്ങിയിട്ട് അവരുടെ വീടിൻ്റെ മുന്നിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഓടിക്കും. എന്തൊരു രസം. ഏതോ ഒരാൾ ഫേസ്ബുക്കിലാന്ന് തോന്നുന്നു വന്നിട്ട് ഞാനും അദ്ദേഹം കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോയുടെ ഇടയിൽ വന്നിട്ട് അമ്മയും മോനും ആണോ എന്ന് ചോദിക്കും. കാരണം അവർക്ക് അത്രയുള്ള കാഴ്ചപ്പാടേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, നിൻ്റെ അച്ഛനാണ്, നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, നീ നന്നായിട്ട് കണ്ടോളാൻ പറഞ്ഞു. എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. ഞാൻ അവരുടെ തെറ്റും പറഞ്ഞു? ഇല്ലല്ലോ, ഒട്ടുമില്ല. ചില കടകളിൽ പോകുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, മാഡം കുട്ടികൾക്ക് ഡ്രസ്സ് നോക്കുന്നില്ലേ? സോറി, എനിക്ക് കുട്ടികളില്ല, ഞാൻ ട്രാൻസ്ജെൻഡർ ആയ സ്ത്രീയാണ്. ഓ അയ്യോ സോറി, നിങ്ങളെ കണ്ടാൽ തോന്നില്ലല്ലോ. അപ്പോൾ ഞാൻ തിരിച്ചു പറയണം, നിങ്ങൾ സ്ത്രീയാണോ? എനിക്ക് നിങ്ങളെ കണ്ട സ്ത്രീയായിട്ട് തോന്നിയില്ലല്ലോ എന്ന്. കാരണം നിങ്ങളുടെ തോന്നലുകൾക്കുള്ളിൽ ഞാൻ വരണമെന്ന് നിർബന്ധമില്ല. അതെ. എൻ്റെ എല്ലാ പുസ്തകത്തിൻ്റെ പുറകിലും, ഇപ്പോൾ ഈ പുസ്തകം ആകട്ടെ, മുലമുളയ്ക്കാത്ത മാറിലെ കുതിരപ്പന്തയങ്ങൾ, ഇതിൻ്റെ ഒക്കെ പുറകിൽ എൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, ചിലതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എൻ്റെ തല, എൻ്റെ ഫ്ലെക്സ്? അതല്ല രാഷ്ട്രീയം. ഓ, ഇത് ട്രാൻസ്ജെൻഡർ ആണല്ലേ, ഓക്കെ, ട്രാൻസ്ജെൻഡർക്കും ഇങ്ങനെ സൗന്ദര്യം ഉണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശാരീരികത ഉണ്ടാകും അല്ലേ എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ കൂടി വരുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള എല്ലാ ട്രാൻസ്ജെൻഡർ അല്ലെ, ഇവർക്ക് പെണ്ണാന്ന് പറഞ്ഞൂടെ? അതല്ല എന്ന് മനസ്സിലാകുന്ന പുസ്തകം തുറന്ന് വായിക്കുമ്പോഴാണ് ആ രാഷ്ട്രീയത്തിൻ്റെ പൊരുൾ മനസ്സിലാകുന്നത്. പിന്നെ ഞങ്ങളെ പരിഹസിക്കുന്നവരും ഞങ്ങളെ ഉൾക്കൊള്ളാത്തവരും ഒക്കെയുണ്ട്. പക്ഷെ അതേ സമയത്തും ഇന്നും 2019 കഴിഞ്ഞ കല്യാണമാണ്, ഇപ്പോഴും വിരുന്നിന് വിളിക്കുന്നവരുണ്ട്. അന്ന് സമയം കിട്ടാതിരുന്നുകൊണ്ട് വിരുന്നിന് വിളിക്കുന്നവരുണ്ട്. പിന്നെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, കല്യാണത്തിന് ഒരിക്കലും മേക്കപ്പ് യൂസ് ചെയ്യരുതെന്ന്. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നെ അദ്ദേഹം ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് മേക്കപ്പ് ഇല്ലായിരുന്നു. ഇനി ആദ്യ രാത്രി ഇതെല്ലാം കഴുകി വൃത്തിയായി ചെന്നിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ ഇറങ്ങി ഓടരുത്. കാരണം എൻ്റെ രൂപം ഇതാണ്. അപ്പോൾ മേക്കപ്പ് യൂസ് ചെയ്തില്ല, ഒരുവിധ ചടങ്ങുകൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം 2 കാര്യമാണ് എന്നോട് ആവശ്യപ്പെട്ടത്. 1, കല്യാണം കഴിഞ്ഞു എന്ന് കരുതി പൊതുജീവിതം അവസാനിപ്പിക്കരുത്. 2, കല്യാണം കഴിഞ്ഞു എന്ന് കരുതി മതം മാറരുത്. കാരണം ഹീ കംസ് ഫ്രം അനദർ റിലീജിയൻ. അപ്പോൾ അത് അറം പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അതായത് കല്യാണം രാവിലെ, ഉച്ച കഴിഞ്ഞ് എറണാകുളത്ത് പുസ്തക പ്രകാശനം. അന്ന് തുടങ്ങിയതാണ് ഒരുമിച്ചുള്ള ഓട്ടം. ഒരു ട്രാൻസ്ജെൻഡർ ആയ സ്ത്രീ, അതും പ്രഖ്യാപിച്ച ജീവിതമുള്ള ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സിസ്ജെൻഡർ മനുഷ്യനെ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. 36 പുരുഷന്മാരിലേറെ പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടാണ് ജാഷിമിലേക്ക് എൻ്റെ വിവാഹ ജീവിതം എത്തുന്നത്. ഇതിൽ ഒരു മനുഷ്യന്മാർ പോലും പകൽ വെളിച്ചത്തിൽ എൻ്റെ കൈപിടിച്ച് നടക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ തയ്യാറായിട്ട് ഒരാളെ വന്നുള്ളൂ, അത് ജാഷിമാണ്. എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരാളെന്ന് പറയുമ്പം അയാളുടെ സേഫ് സോണുകളെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് റിഗ്രറ്റ് തോന്നിയിട്ടില്ല ഇതുവരെയും. അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം അത് വിവാഹം മാത്രമല്ല, എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും പോരാടി നേടിയതായതുകൊണ്ട് അത് ഏറ്റവും നന്നായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാഗ്രഹമുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിലേക്ക് ചിറകടിച്ച് വന്ന ഒരാൺമതിയും ഞങ്ങളുടെ പ്രണയത്തെയും അടയാളപ്പെടുത്തുന്ന തരത്തിലൊരു ലൈബ്രറി, ഒരു പ്രണയ പുസ്തക ലൈബ്രറി മലികാവസനത്തിൽ എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് ചെയ്യണം എന്നുണ്ട്.
പിന്നെ നാട്ടിൽ എൻ്റെ പേരിൽ എൻഡോമെൻ്റ് അല്ല, ചത്തിട്ടില്ല, ജീവിച്ചിരിക്കെ യുവാക്കളായ ആൺ ട്രാൻസ്ജെൻഡർ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരു പുരസ്കാരം, യുവവിജയ പുരസ്കാരം പ്രഖ്യാപിച്ചു. അത് കൊടുത്തു തുടങ്ങി, കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നു. ജാഷിമിന് വേണ്ടി ഒരു 2 വരി. അത് എന്നേക്കാൾ മുമ്പ് വയലാർ എഴുതി. എന്തിനത് തെരുവിൽ നിന്നെടുത്തു, എന്നെ എന്തിനുതിൻ ചിറകുകൾ പൊതിഞ്ഞു, പുഷ്പസോപാനത്തിൽ നിന്നു നീ എന്തിനി മദലനയിൽ വന്നു, മൂടുക രോമഹർഷങ്ങളാൽ മൂടുകൈ കൈനഖവടുക്കൾ. അങ്ങനെ ഒരാൾ ജീവിതത്തിലേക്ക് വരുന്ന ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഞങ്ങൾ വീട്ടിൽ ജാഷിമില്ലാത്തപ്പോൾ, ജാഷിമ ഉറങ്ങുമ്പോൾ ഞാൻ അമ്മയും കൂടെ ഇങ്ങനെ പറയും. അമ്മ പോലും തള്ളിപ്പറഞ്ഞിരുന്ന ഒരാളെ, സമൂഹം ഒറ്റപ്പെടുത്തിയ ഒരാളെ, കാമമുണ്ടോ അത് നിങ്ങൾ അവിടെ വന്ന് നിന്നാൽ അത് തീർത്തു തരാമെന്ന് പറഞ്ഞ ഒരു ലോകത്ത് ഒരു കാമുകനെ, ഒരു ഭർത്താവിനെ, അല്ലെങ്കിൽ ഒരു സ്നേഹിതനെ, ചിലപ്പോൾ ബ്രദർഹുഡൊക്കെയാണെന്ന് തോന്നും. ഞാനെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ഇങ്ങനെ എന്ത് കിട്ടിയാലും പങ്കുവെക്കണ ഒരാളാണ്. അങ്ങനെ ഒരാളില്ലാതെ ആയപ്പോൾ അതിങ്ങനെ വാങ്ങിച്ച് വെക്കും, മുറിച്ച് വെക്കും. അത് ചിലപ്പോൾ കേടായിപ്പോവും. ഇപ്പം എന്ത് കിട്ടിയാലും, ഇപ്പം ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും എന്ത് കിട്ടിയാലും ഇങ്ങനെ ഒരെണ്ണം കൂടി വാങ്ങിച്ചു വെക്കും. അത് ചിലപ്പോൾ ചെല്ലുമ്പോഴേക്കും അത് കേടായിട്ടുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ എനിക്കൊരു സിസ്ജെൻഡർ ആയിട്ടുള്ള പുരുഷനോട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അത് ഒരു ഡിസ്ക്രൈബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഈ വരികളാണ് എന്നേക്കാൾ മനോഹരമായിട്ട് വയലാർ അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് ആ പാട്ട് കേൾക്കുമ്പോൾ, എൻ്റെ ഫേവറേറ്റ് സോങ്ങാണ്. കേൾക്കുമ്പോൾ എനിക്ക് ജാഷിമിൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരാറ്.